الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുക, കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറെ പവിത്രമാക്കപ്പെട്ട ഒരു സദസ്സിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ മലക്കുകൾ അവർ സാക്ഷ്യം വഹിക്കുന്ന സദസ്സുകളാണ് ഇത്തരം സദസ്സുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കണ്ട് ഇഖ്ലാസോടുകൂടി ഈ സദസ്സിനെ വരവേൽക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് സിന്ധി ഹഫിളഹുല്ലാഹ്, മദീനയിലെ അഖീദ ഡിപ്പാർട്ട്മെന്റിലെ ഉസ്താദായ സാലിഹ് സിന്ധി എന്ന് പറയുന്ന ഷെയ്ഖിന്റെ സിഫാത്തുൽ ഖൽബി സലീം, സലീമായ ഹൃദയത്തിന്റെ ചില വിശേഷണങ്ങൾ എന്ന കൃതിയാണ് വായിക്കുന്നത്. ഒരാളുടെ ഹൃദയം എത്ര കണ്ട് ശുദ്ധമാണ് എന്നതിനെ അറിയിക്കുന്ന ചില വിശേഷണങ്ങൾ ഹംദും സ്വലാത്തും ഒക്കെ പറഞ്ഞ് അദ്ദേഹം ആരംഭിക്കുകയാണ്. അമ്മാ ബഅദു ഫഅലമു റഹിമനില്ലാഹു വഇയ്യാകും അന്നൽ ഖുലൂബ ഹിയല്ലതി അലൈഹാ അൽ മുഅവ്വലു വന്നജാതു ബിതൗഫീഖില്ലാഹി വറഹ്മതിഹി മുർതബിതുൻ ബിസ്വലാഹിൽ ഖുലൂബി വജൂദൻ വഅദമ. ഒരു മനുഷ്യൻ അവന്റെ വിജയവും പരാജയവും പരിഗണിക്കപ്പെടുക അവന്റെ ഹൃദയത്തെ പരിഗണിച്ചാണ്. നമ്മുടെ ഹൃദയം എത്ര കണ്ട് ശുദ്ധമാണോ അതിനനുസരിച്ച് നമ്മൾ വിജയിക്കപ്പെടും. അള്ളാഹു നോക്കുന്നത് നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളിലേക്കോ നമ്മുടെ ബാഹ്യമായ കോലങ്ങളിലേക്കോ ഒന്നുമല്ല, അവന്റെ ഹൃദയം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ പോലും നമ്മളിൽ പല ആളുകൾക്കും ലഭിക്കുന്ന പ്രതിഫലം പല രൂപത്തിലാണ്. കാരണം പല ആളുകളുടെയും മനസ്സിൽ ഈ സദസ്സിനെ കുറിച്ചുള്ള ചിന്ത എന്താണ്, ഇവിടെ വന്നിരുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, അതായത് നമ്മുടെ ഹൃദയം കൊണ്ട് എന്താണോ നമ്മൾ കരുതുന്നതും ആഗ്രഹിക്കുന്നതും അതിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ്. സൂറത്തുൽ ശംസിന്റെ ആരംഭം വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها قد أفلح من زكاها. ആ സൂറത്ത് ആരംഭിക്കുന്നത് സത്യം ചെയ്തുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അതിന്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം പറയാൻ പോവുകയാണ് എന്നതിന്റെ മുഖദ്ദിമ, എന്നതിന്റെ ആമുഖമാണ് സത്യം ചെയ്ത് പറയുന്നത്. നിങ്ങൾ ഏത് വിശുദ്ധ ഖുർആനിൽ ആയത്തെടുത്താലും അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ വരാൻ പറയുന്ന കാര്യം വളരെ ഗൗരവപ്പെട്ടതാണ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ജനങ്ങളെല്ലാവരും നാശത്തിലാണ്. ഇവിടെ സൂറത്തു ശംസ് ആരംഭിക്കുന്നത് സൂര്യനെ സത്യം ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് അവസാനം പറയുന്ന എന്താ? ആ സത്യം അവസാനിപ്പിക്കുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ തന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ്. മറ്റൊരായത്തിൽ പറയുന്നത് യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണമോ നമ്മുടെ മക്കളോ ഒന്നും ഉപകരിക്കുകയില്ല എന്ന്. ഫഇദാ ജാഅത്തിസ് സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖി വഉമ്മിഹി വഅബി വസാഹിബതിഹി വബനിഹി ലികുല്ലി ഇംറിഇൻ യൗമഇദിൻ മിൻഹും ശഅ്നുൻ യുഗ്നി. എല്ലാ ആളുകൾക്കും അന്ന് അവരുടെ വിഷയത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ നേരുള്ളൂ. എന്നാൽ ആ സന്ദർഭത്തിൽ വിജയിക്കുന്ന ആളുകൾ ആരാ? ഹൃദയം സലീമ, സുരക്ഷിതമായ
ഹൃദയത്തിന്റെ ആളുകൾക്കാണ് വിജയിക്കാൻ സാധിക്കുക എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു നോക്കുന്നതും പരിഗണിക്കുന്നതും ഹൃദയത്തെ ആയതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കുന്ന നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാദിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അതായത് ഒരു മനുഷ്യന്റെ പെർസ്പെക്റ്റീവോ റബ്ബിന്റെ പെർസ്പെക്റ്റീവോ തമ്മിലുള്ള വ്യത്യാസം. നമ്മളെ ഒരു മനുഷ്യൻ അളക്കുന്നത് നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ ആളുകളോട് എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ വസ്ത്രധാരണ എന്ത്, ഇങ്ങനെ ബാഹ്യമായി നമ്മളെ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരികയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മെക്കുറിച്ച് ആലോചിക്കുകയും നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ബാഹ്യമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ മുഖത്തേക്കോ നിങ്ങളുടെ ശരീരത്തിലേക്കോ ഒന്നുമല്ല, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്ന്. അതായത് പ്രതിഫലം കിട്ടണോ അവന്റെ ഹൃദയത്തിനനുസരിച്ചിട്ടാണ് പ്രതിഫലം കിട്ടുന്നത്. ഒരു നിസ്കാരത്തിൽ ഒരു സഫിൽ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനുണ്ടാകും, പണക്കാരനുണ്ടാകും. അവിടെ എന്താണെന്ന് പരിഗണിക്കുക, അവന്റെ ഹൃദയമാണ്. രണ്ടാളുകളുടെയും ഹൃദയത്തിലുള്ള നിയ്യത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, അമലുകൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എന്താണ് അവൻ കരുതിയത് അത് അവനുണ്ടാകുക. മറ്റൊരു ഹദീസിൽ അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് കേടുവന്നാലോ ശരീരം മുഴുവൻ കേടുവന്നു. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാര് ചില ഫിഖ്ഹുകൾ, ചില കർമ്മശാസ്ത്ര കാര്യങ്ങൾ ഫിഖ്ഹുകൾ പറയുന്നു, ഫവായിദുകൾ പറയുന്നു. അതായത് ഈ ഹദീസ് ഞാൻ ഒന്നുകൂടി വായിച്ചാൽ, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, ഒരാളുടെ ശരീരം നന്നായാൽ, ഒരാളുടെ ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വ ഇദാ ഫസദത്, ഹൃദയം മോശമായാൽ ശരീരം മുഴുവൻ മോശമായി. അങ്ങനെയെങ്കിൽ ഒരാൾ ബാഹ്യമായ നിലക്ക്, ഒരാൾ പ്രകടമായ നിലക്ക് തെറ്റുകൾ ചെയ്യുന്നു, നമ്മൾ കാണുന്ന രൂപത്തിൽ തെറ്റുകൾ ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ഉള്ളു മോശമാണെന്നാണ്. അവന്റെ ഉള്ളു മോശമായതുകൊണ്ടാണ് പുറമെ അവൻ തിന്മ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പുറമെ ഒരാൾ തിന്മ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അവന്റെ ഉള്ളു മോശമാണ് എന്നതിന്റെ അടയാളമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം ഹദീസിൽ പറഞ്ഞത് എന്താ, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശം. അപ്പൊ അതുകൊണ്ട് നോട്ടം കൊണ്ട്, കൈ കൊണ്ട്, എന്ത് അവയവങ്ങൾ കൊണ്ട് നമ്മൾ തിന്മ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാനം ഹൃദയമാണ്. അതുകൊണ്ട് ഹൃദയത്തെയാണ് നമ്മൾ ആദ്യം ശുദ്ധീകരിക്കേണ്ടത്. ഹൃദയം കേടുവന്നതുകൊണ്ടാണ് ബാക്കിയുള്ള അവയവങ്ങളൊക്കെ കേടുവന്നത് എന്ന്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ നിയത്തിനെ കുറിച്ചും നമ്മുടെ ഹൃദയത്തെ കുറിച്ചും നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയം ശുദ്ധീകരിച്ചു കിട്ടാൻ വേണ്ടി നബി പ്രവർത്തിച്ചിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര ഹൃദയശുദ്ധിയുള്ള ഒരാൾ പറയില്ല. അത്രയും ഹൃദയവിശാലതയുള്ള മനുഷ്യരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പരിശോധിച്ചു കഴിഞ്ഞാൽ, നബി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കും. നബി ചരിത്രത്തിൽ രണ്ട് കാലഘട്ടമാണ്. ഏതൊക്കെയാണത്? ഒന്ന് ഹിജ്റയുടെ മുമ്പ്, ഹിജ്റയുടെ ശേഷം, മക്ക കാലഘട്ടവും മദീന കാലഘട്ടവും. മക്കയിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നബിയും സഹാബാക്കളും അങ്ങേയറ്റം പ്രയാസം സഹിച്ചിരുന്നതാണ്. അങ്ങേയറ്റം പ്രയാസം, അതായത് ഒരു മനുഷ്യന് താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറം പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും ഒരു പ്രബോധകനെ, ദീനി വിഷയത്തിൽ ദഅവത്ത് നടത്തുന്ന ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യമായി ചെയ്യുക മാനസികമായി തളർത്താൻ പരിശ്രമിക്കുക. ശാരീരികമായിട്ടൊന്നും ചെയ്യില്ല, അടിക്കാനൊന്നും പോകില്ല. അത് മാനസികമായിട്ടെയും തളർത്താൻ നോക്കും. ഈ മാനസികമായി തളർത്താൻ നോക്കുന്നതിന്റെ ഭാഗമാണ് ആരോപണങ്ങൾ പറയും, ഇല്ലാത്ത ആരോപണങ്ങൾ പറയും. സ്വാഭാവികം ഇത് കേട്ടാത്തെയും മനുഷ്യന് തളർന്നു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ശത്രുക്കൾ ചെയ്യുന്ന നബിയാണ് എന്ന് അറിഞ്ഞപ്പോൾ, ഇവിടെ കുടുംബക്കാരനാണ് ആര്? അബൂ താലിബ്. ഇവിടെ കുടുംബക്കാരനാണ് അബൂ താലിബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. നബിയുടെ കുടുംബക്കാരൻ നബിയെ സഹായിച്ചിരുന്നു ആര്? അബൂ താലിബ്. മുസ്ലിമാണോ? മുസ്ലിമല്ല. എന്നാൽ അതേ സമയത്ത് നബിക്കെതിരെ നിന്ന കുടുംബക്കാരനാണ് ആര്? അബൂ ലഹബ്. നബിക്കെതിരെ നിന്ന കുടുംബക്കാരൻ.
പക്ഷേ നബിയുടെ രണ്ട് മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അബൂലഹബിന്റെ രണ്ട് മക്കൾക്കാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നിയോഗിതനാകുന്നു. നബി മുകളിൽ പോയി പറയുന്നു, നിങ്ങൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, നിങ്ങൾ വിജയിക്കും. ഇത് അബൂലഹബ് കേൾക്കുന്നു. അബൂലഹബ് കേട്ടിട്ട് ആദ്യമായിട്ട് അബൂലഹബ് എടുക്കുന്ന തീരുമാനം എന്താ? അബൂലഹബ് ആദ്യം പോയി ജനങ്ങളോട് പറയാം, നിങ്ങൾ വിശ്വസിക്കണ്ട, എന്റെ കുടുംബക്കാരനാണ്, ഞാൻ വിശ്വസിക്കുന്നില്ല, പിന്നെ എന്തിനാ നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യം? എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയിട്ട് രണ്ട് മക്കളോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് മകളെയും ത്വലാഖ് ചൊല്ലണം എന്ന് പറയും. അതായത് ഒരു ഉപ്പ അനുഭവിക്കുന്ന വേദനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കളുടെ ഈ പറയുന്ന രൂപത്തിലുള്ള ത്വലാഖ് എന്നതൊക്കെ. ആ രണ്ട് മകളും ത്വലാഖ് ചൊല്ലപ്പെടുന്നു. പക്ഷെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയൊക്കെ പ്രയാസം സഹിച്ചിട്ടും നബി എന്ത് ചെയ്തിട്ടില്ല? ആ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടും തനിക്കെതിരെ നിന്നത് കൊണ്ട് ഒരാൾക്കെതിരെയും പ്രതികാരം നടത്തിയിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യാറുണ്ടായിരുന്നു. മക്ക ഫതഹിന്റെ ഘട്ടം നമുക്കറിയാം. ചരിത്രത്തിലെ നബിയുടെ സീറയിലെ വളരെ വലിയ ടേണിംഗ് പോയിന്റ് ആണ് മക്ക വിജയം എന്ന് പറയുന്നത്, ഫത്ഹ് മക്ക എന്ന് പറയുന്നത്. ആ ഫത്ഹ് മക്ക സന്ദർഭത്തിൽ നബിയുടെ മുമ്പിൽ ശത്രുക്കളുണ്ട്. നബിയുടെ കയ്യിൽ ശത്രുക്കളെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിട്ട് നബി എന്താ ചെയ്യുന്നത്? നബി പുറത്തു കൊടുക്കുകയാണ്. നബി അവർക്ക് പുറത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മക്കയിൽ നിന്ന് പുറത്താക്കി മദീനയിലേക്ക് എത്തി. മക്കയിൽ സഹിക്കേണ്ട പ്രയാസങ്ങളൊക്കെ സഹിച്ച് മദീനയിലേക്ക് എത്തി. തിരിച്ച് മക്ക പിടിച്ചടക്കിയപ്പോൾ പോലും നബിയുടെ മനസ്സിൽ എന്തില്ല? ഇവരോട് ദേഷ്യമോ പകയോ ഉണ്ടായിട്ടില്ല. ഉണ്ടായത് തന്നെ അള്ളാന്റെ മാർഗത്തിൽ എന്ത് ചെയ്തു? പുറത്തു കൊടുത്തു എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി അഇന്നി, അല്ലാഹു എന്നെ സഹായിക്കണം, വലാ തുഇൻ അലയ്യ, എനിക്കെതിരെ നീ സഹായിക്കരുത്, വസ്റുൽ സഖീമത ഖൽബി, എന്റെ ഹൃദയത്തിലെ രോഗങ്ങൾ നീ അത് മായ്ച്ചു കളയണം റബ്ബേ, നീ അത് ഇല്ലാതാക്കി കളയണം റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ ആലോചിക്കാം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവന്റെ ഹൃദയം ശുദ്ധമാകണമെന്ന് പറയുന്നു. പക്ഷെ എത്ര കണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട്? എത്ര കണ്ട് ദീനിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി റബ്ബേ ദീനിൽ എനിക്ക് സബാത്ത് നൽകണേ, ദീനിൽ എനിക്ക് സ്ഥിരത നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നമ്മൾ ആലോചിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് തവണ ഇത്തരം പ്രാർത്ഥനകൾ ആവർത്തിക്കേണ്ടതുണ്ട്. അത് വളരെ അനിവാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശോധിച്ചു നോക്ക്. ഇബ്രാഹിം നബി അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബത്തിൽ നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ ഉണ്ടാകാൻ വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അമ്പിയാക്കളുടെ എല്ലാം ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന പ്രധാനപ്പെട്ട ഘടകമാണ്. അവർ അമ്പിയ ആണ്, എനിക്ക് വഹി കിട്ടുന്ന ആളാണ് എന്നത് ഓർത്തിട്ട് അവർ പ്രാർത്ഥന ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ എപ്പോഴും അവരുടെ ചിന്ത അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒന്നും മുന്നോട്ട് പോവുകയില്ല എന്ന പൂർണ്ണമായ ബോധ്യമുണ്ട്. അതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൽ കാര്യം വരമേൽപ്പിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതെന്താ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കാര്യങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കൂല, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും, പ്രാർത്ഥന ഉണ്ടാകൂല. അങ്ങനെ ദീനീപരമായ കാരണങ്ങളൊന്നും സ്വീകരിക്കൂല. ദുനിയവിയായ എല്ലാം നമ്മൾ സ്വീകരിക്കും. ഒരു കച്ചവടം തുടങ്ങുമ്പോൾ ദുനിയവിയായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണോ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്നാൽ ദീനീപരമായി എന്തൊക്കെ ശ്രദ്ധിക്കണം, കച്ചവടത്തിൽ എന്തൊക്കെ പാടില്ല, എന്തൊക്കെ പാടുണ്ട്, ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ ഒന്നും യാതൊരു ശ്രദ്ധയും പുലർത്താതെ അതിലേക്ക് മുന്നിട്ടിറങ്ങുന്നു. അവസാനം അത് എന്ത് ചെയ്യുന്നു? ഒന്നും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അവർ പറഞ്ഞു വന്നത് തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു വെച്ച കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൃത്യമായി പാലിച്ച് അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ഹറാമൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി റബ്ബിന്റെ സഹായം എപ്പോഴും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. അങ്ങനെ തവക്കുലാക്കി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടാലും ബേജാറുണ്ടാകില്ല. കാരണം തീരുമാനം എന്താ? അള്ളാന്റേതാണ് എന്ന പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാകുക. അതുകൊണ്ട് ഹൃദയം ശുദ്ധീകരിച്ച് കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. سليم وإن من شيعته لإبراهيم وإن من شيعته لإبراهيم إذ جاء ربه بقلب سليم. ഇബ്രാഹിം നബി അള്ളാഹു ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നത്, ഇബ്രാഹിം നബി തന്റെ റബ്ബിലേക്ക് വന്നത് ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോടു കൂടിയിട്ടാണ് റബ്ബിന്റെ അടുക്കിലേക്ക് വന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുകയാണ്. പക്ഷെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ ദുനിയവിയായിട്ട് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയം അത് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നാശത്തിലേക്കാണ് എന്ത് ചെയ്യാം? നമ്മൾ ചെന്ന് ചാടാന്നുള്ളതാണ്.
നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അവർക്ക് ചെരുപ്പുകൾ ഉണ്ടാവില്ല, അവർക്ക് വസ്ത്രങ്ങൾ ഉണ്ടാവില്ല, വിവസ്ത്രരായിരിക്കും. ഉർലൻ ചേലാകർമ്മം ചെയ്യാത്ത നിലക്ക് ചെയ്യും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടും. അവന്റെ അടുക്കൽ നമ്മൾ മുന്നിൽ നിൽക്കേണ്ടി വരും. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറത്തിൻ വതറക്തും മാ ഖൗലനാകും വറാഅ ളുഹൂരിക്കും. നിങ്ങളെ എങ്ങനെയാണോ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് അതുപോലെ ചെയ്യും നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു, ആദ്യത്തെ സൃഷ്ടിപ്പ് എങ്ങനെയാണോ അതുപോലെ നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ കുറിച്ച് നമുക്ക് വളരെ വലിയ ജാഗ്രത ഉണ്ടാകും. ഒരാൾ നമ്മളോട് ചോദിക്കാം, നിന്റെ ഈ ജീവിതത്തിലെ ലക്ഷ്യമുണ്ട്, ജീവിതത്തിലെ ലക്ഷ്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിനക്ക് ഉത്തരം പറയാനുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചു. നമ്മളോട് ചോദിക്കാം, എന്താണ് നിന്റെ ജീവിതം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്, ജീവിതത്തിന്റെ അർത്ഥമുണ്ട്, നീ ജീവിതം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൈഖ് ഉത്തരം പറയാം, والعقول الضعيفة همتهم قاصرة على هذه الحياة الدنيئة التي لا تساوي عند الله جناح بعوضة. ഹൃദയം അത്ര കണ്ട് ഈമാനില്ലാത്ത, അത്ര കണ്ട് ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദുനിയാവായിരിക്കുന്ന, നശിച്ചു പോകുന്ന ദുനിയാവ്. അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവിനുള്ള വില എത്രയാണ്? അള്ളാഹിന്റെ അടുക്കൽ ദുനിയാവിനുള്ള വില ഒരു കൊതുകിന്റെ ജനാഹ് ഒരു കൊതുകിന്റെ ചിറകിനോളമുള്ള വില പോലും അള്ളാഹ് ദുനിയാവിനോടില്ല എന്നാണ്. എന്നിട്ട് ശൈഖ് ചോദിക്കാൻ, എത്ര രൂപക്കാണ് ഈ ഒരു കൊതുകിന്റെ ജനാഹ നമ്മൾ വെക്കുക? എത്ര രൂപക്കാണ്? വളരെ ആരും ഏറ്റെടുക്കുന്നില്ല, ആരും വാങ്ങുക പോലുമില്ല. إذا كان عندي جناح بعوضة بكم تشترونه يا إخوة كم تدفعونه فيه هذا هو قدر الحياة عند الله. അപ്പോൾ ഇതാണ് അള്ളാഹിന്റെ അടുക്കൽ ദുനിയാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ട് ശൈഖ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില ആൾക്കാരുടെ ലക്ഷ്യം ചോദിച്ചാൽ അവർ പറയും, هدفي في الحياة أن أصبح كذا وكذا وأن أحمل الشهادة العليا كذا وكذا وأن أحصل من المال كذا وكذا هذا هو هدفه في الحياة. എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഇന്ന ഡിഗ്രികൾ നേടണം, അതിനേക്കാളും ഉന്നതമായ പഠനങ്ങൾ നടക്കണം, എന്നിട്ട് കുറെ പണം ഉണ്ടാക്കണം, ഇതൊക്കെയാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാണ് അവിടെ ചോദിച്ചാൽ പറയുന്നത്. ഇങ്ങനെ പറയുന്ന ആളുകളെ കുറിച്ച് ശൈഖ് പറയുന്നത് അവര് ബുദ്ധി കുറഞ്ഞ ആളുകളാണ് എന്ന്. കാരണം ദുനിയാവ് നശിച്ചു പോകുന്നതാണ്, നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ചെയ്യും, നമ്മളോട് വെച്ചിട്ട് ചെയ്യും, വേറെ ലോകത്തേക്ക് പോകും. അവിടെയാണ് യഥാർത്ഥ ജീവിതം. പിന്നെ എന്തിന് ഈ ജീവിതത്തിന് അതിനു മാത്രം പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. അതിനു മാത്രം പ്രാധാന്യം ഈ ജീവിതത്തിന് നൽകണം എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ദുനിയാവിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്നത്? നമ്മൾ അതിനു മാത്രം ചെയ്തിട്ടുണ്ട്, ദുനിയാവിന് സ്ഥാനം നൽകിയത് കൊണ്ടാണ്. നമുക്ക് ദുനിയാവിനോട് അത്ര വലിയ സ്നേഹവും ഇല്ല, അത്ര വലിയ സ്ഥാനവും ഇല്ല എങ്കിൽ നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല, ദുനിയാവാണ്, കിട്ടാനുള്ളത് ആഖിറത്തിൽ കിട്ടിക്കോളും എന്നാണ് ഒരാൾ വിചാരിക്കുക. അതുകൊണ്ട് എന്ത് നഷ്ടപ്പെട്ടാലും അത് ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അത് നമുക്ക് പ്രശ്നമേ അല്ല. മറിച്ച് ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെങ്കിൽ അത് അപകടകരമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അൽ ഖൽബു സലീം, സലീമായ ഹൃദയമാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ലക്ഷ്യം. ബാക്കിയൊക്കെ രണ്ടാമത്തതാണ്. നമ്മുടെ പഠനം, നമ്മുടെ ഡിഗ്രികൾ, അതിൽ നിന്ന് ലഭിക്കുന്ന ജോലി ഒക്കെ രണ്ടാമത്തിലാണ്. ഒക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദീന് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളത്. കൃത്യമായി ദീനോടുകൂടി ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടതും ദുനിയാവിൽ ജീവിക്കേണ്ടതും. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ദുനിയാവിലുണ്ടാകും. നമ്മൾ പ്രയാസപ്പെടുത്തൂല, അള്ളാഹ് നല്ലൊരു ജീവിതം നമുക്ക് തരും. എന്നാൽ അതേ സമയത്ത് ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ അവരെന്തെയും ദുനിയാവിന്റെ പിന്നിൽ ഓടി 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 അവസാനം ആഖിറത്തിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ മരണത്തിനുള്ള സമയമാകും. അങ്ങനെ ഒന്നുമില്ലാതെ ദുനിയാവിൽ നിന്ന് പോകേണ്ട അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ ലക്ഷ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ആഖിറമാണ്. ബാക്കിയുള്ളതെല്ലാം പിന്നിലാണ്. നമുക്ക് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ ജീവചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദുനിയാവിനോട് യാതൊരു വിലയില്ല. ദുനിയാവിനെ അവർ കാണുന്നത് രണ്ടാമത്തെ സ്ഥാനത്താണ്. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഒക്കെ പരിചയമുണ്ടാവും, അധിക ആളുകൾക്കും പരിചയമുള്ള പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ്.
അദ്ദേഹത്തിന്റെ സദസ്സിൽ സ്ഥിരം ഇരിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം പണം കൊടുക്കുന്ന, അദ്ദേഹം ജായിസയായിട്ട് കുറച്ച് പൈസ കൊടുക്കും. നമ്മുടെ നാട്ടില് ഏകദേശം 40,000 രൂപ ഒരാൾക്ക് കൊടുക്കുക നമ്മുടെ നാട്ടില്. അപ്പൊ അത് കുറെ കുട്ടികളുണ്ടാവും. ഇത് ഇവർക്ക് അമീറിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്നതാണ്, ആ ഭരണാധികാരിയുടെ അടുക്കൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ അവരെന്തെങ്കിലും അവർക്ക് അത് ഉപയോഗിക്കില്ല, അവർ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന. ഷെയ്ഖിന്റെ ഉപ്പ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിദഹുള്ള, അദ്ദേഹത്തിന് വലിയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ അവാർഡിന്റെ തുക മൊത്തം അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നു, മൊത്തം വീതിച്ചു. ഷെയ്ഖ് സുലൈമാൻ റൂഹൈലി ഹഫിദഹുള്ള, അദ്ദേഹത്തിന്റെ ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു സംസാരം, അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഖുബാ പള്ളിയിലെ ഇമാമാണ്. മസ്ജിദ് നബവിയിലും മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ദർസ് നടക്കുന്നുണ്ട്. അത്ര വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എന്നിട്ട് പറയുന്നത്, ഞാൻ ഇതുവരെ ജീവിച്ചത് ഒരു വാടക വീട്ടിലാണ്. എനിക്ക് ഇതുവരെ ഒരു വാഹനം ഉണ്ടായിട്ടില്ല. ഞാൻ ഈ അടുത്ത് എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് എക്സ്ട്രാ ശമ്പളം കിട്ടും, ജോലി കഴിയുന്ന സന്ദർഭത്തിൽ കുറച്ചധികം കിട്ടും. അത് കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു വാഹനവും ഒരു വീടൊക്കെ എനിക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്. അതായത് ഈ പ്രായം വരെ അദ്ദേഹത്തിന് നല്ല പ്രായമായിട്ടുണ്ട്. ആ പ്രായം വരെ അദ്ദേഹം ആ രൂപത്തിലാണ് ജീവിച്ചത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുനിയാവിനെ അതേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിനാണ് സുഹൃദ് എന്ന് പറയുക. നിങ്ങൾ ദുനിയാവിൽ വിരക്തിയുള്ളവരാണ്, ദുനിയാവിനോട് അത്ര വലിയ സ്നേഹമില്ല എങ്കിൽ അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ അടുക്കലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഇഷ്ടപ്പെടണ്ട, അതിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കുക. എങ്കിൽ എന്ത് ചെയ്യും? ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് സുഹൃത്ത് ഉണ്ടാകുക, ദുനിയാവിൽ നിന്ന് അകന്നു നിൽക്കണം. ദുനിയാവിന്റെ ചിന്തകൾ, ദുനിയാവിനെ കുറിച്ചുള്ള സംസാരങ്ങൾ, ഇതിൽ നിന്നൊക്കെ പരമാവധി അകന്നു നിന്ന് എപ്പോഴും ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ച് ദുനിയാവ് രണ്ടാമത്തെ പ്രയോറിറ്റി ആക്കി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കണം. അവർക്കാണ് യഥാർത്ഥ വിജയമുള്ളത്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കണം. അതിൽ ഒന്നാമത്തേതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ വിശേഷണമായി നമുക്ക് ഉണ്ടാകേണ്ടത് അല്ലാഹുവിന് നമ്മൾ കീഴൊതുങ്ങുക, തൗഹീദ് ഉണ്ടാവുക എന്നതാണ് ഒന്നാമത്തെ ശരീരമായ സുരക്ഷിതമായ ഹൃദയത്തിന്റെ ക്വാളിറ്റി. അല്ലാഹു പറഞ്ഞു നിങ്ങൾ കീഴൊതുങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അസ്ലംതു, ഞാൻ കീഴൊതുങ്ങിയിട്ടുണ്ട് റബ്ബേ ലിറബ്ബിൽ ആലമീൻ, ആർക്കാണ്? ലോകരുടെ രക്ഷിതാവിന് ഞാൻ കീഴൊതുങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് എല്ലാ നിലക്കും നമ്മുടെ ഹൃദയം ബന്ധപ്പെടേണ്ടത് അല്ലാഹുവോട് മാത്രം, വേറെ ഒരാളോട് ബന്ധപ്പെടാൻ പാടില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കുറച്ച് പ്രയാസമുള്ള വിഷയം. എന്ന് പറയുമ്പോൾ തൗഹീദുള്ള ആളുകൾ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളാണ്. അതേ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ചെറിയ ഓഹരിയെങ്കിലും ഏതെങ്കിലും സൃഷ്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ വെച്ചു കൊടുക്കും. അതിന് ഉദാഹരണമാണ് നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്ത് ചില ആളുകളെ സ്നേഹിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? അവരെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ. നമ്മൾ എപ്പോഴും അവരെ കുറിച്ച് ചിന്തിക്കുക, നമ്മൾ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. ആ രൂപത്തിലേക്ക് നമ്മുടെ സ്നേഹമോ നമ്മുടെ ബന്ധമോ അത് ആരോടുമായിക്കോട്ടെ അങ്ങനെ നമ്മുടെ ബന്ധം മാറുന്നുണ്ട് എങ്കിൽ അത് അപകടം. ഹൃദയത്തിന്റെ തഅല്ലുഖ് ആരുമായിട്ട് മാത്രമാണ്? അല്ലാഹുവുമായിട്ട് മാത്രം. നമ്മൾ ആരിൽ നിന്നും സ്നേഹം പ്രതീക്ഷിക്കേണ്ടതില്ല, നമ്മൾ പ്രതീക്ഷയും നമ്മുടെ സ്നേഹവും ഒക്കാരിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ലാഹുവിൽ നിന്നാണ്. സൃഷ്ടികളിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ വിമർശനങ്ങളാണ് കേട്ടത്. ഏറ്റവും നല്ല ജീവിതം റസൂൽ ജീവിച്ചു. സ്വന്തം ഭാര്യയുടെ വിഷയത്തിൽ വരെ റസൂൽ ചെയ്തിട്ടുണ്ട്, വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ലക്ഷ്യം ആയത്ത് എന്നുള്ളത് അള്ളാന്റെ വിളയാണ്, അള്ളാന്റെ തൃപ്തിയാണ്. ആരെ തൃപ്തിയല്ല? ജനങ്ങളെ തൃപ്തി നമുക്ക് ലക്ഷ്യമേ അല്ല എന്നുള്ളത്. ജനങ്ങൾ തൃപ്തിപ്പെട്ടോട്ടെ, തൃപ്തിപ്പെടാതിരിക്കട്ടെ, നമ്മെ ബാധിക്കുന്ന വിഷയം. അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത് അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതാണ് സലഫുകൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ 3 വസിയത്തുകൾ അവർ നടത്തും. അതിൽ ഒന്നാമത്തെ വസിയത്ത് അവർ പറയാറുള്ളത്, നീ നിന്റെ രഹസ്യം നന്നാക്കിയാൽ അല്ലാഹു ചെയ്യും, നിന്റെ പരസ്യവും നന്നാക്കും. അതോടൊപ്പം തന്നെ രണ്ടാമത്തേതായി പറയുന്നത്, നീ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നന്നാക്കിയാൽ അള്ളാഹു ജനങ്ങളുമായിട്ടുള്ള ബന്ധം ചെയ്യും, നന്നാക്കി തരുന്നതാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കുക, ബാക്കി എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് നന്നാക്കി തരും എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തേതായി തൗഹീദ് ഉണ്ടാവുക. ഇദൻ അത്തൗഹീദു വസ്സലാമതു മിനശ്ശിർക്കി
لا يمكن أن يكون القلب سليما والله لو تعلق بغير الله. അള്ളാഹുവുമായിട്ടല്ലാതെ നമ്മുടെ ഹൃദയം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഹൃദയം സലീമല്ല, അവന്റെ ഹൃദയം മോശമായിട്ടുള്ളത്. ഇമാം മുസ്ലിമും ഇമാം ബുഖാരി റഹ്മഹുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കാൻ അന്നഹു സഅല നബിയ അലൈഹി സ്വലാത്തു വസ്സലാം, നബിയോട് ചോദിക്കാൻ അയ്യു ദംബി അഅ്ളം, നബി ഏറ്റവും വലിയ പാപം ഏതാണ്, ഏറ്റവും വലിയ തിന്മ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഹമ്മുഹും അജീബ് ഹമ്മുഹും അൽ ആഖിറ ഹമ്മുഹും മഅരിഫതു മാ യുഹിബ്ബു അല്ലാഹു മാ യുബ്ഗിദു അല്ലാഹു ഹത്താ യഫഅലു മാ യുഹിബ്ബു വയജ്തനിബു മാ യുബ്ഗിദു. സ്വഹാബാക്കൾ ചോദിക്കുകയാണ് ഏറ്റവും വലിയ തിന്മ ഏത്, എന്തിൽ നിന്ന് ആ തിന്മയിൽ നിന്ന് വിട്ടുവെക്കാൻ. സ്വഹാബാക്കളുടെ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. സ്വഹാബാക്കൾ ചോദിച്ച ഒരുപാട് സന്ദർഭമുണ്ട്. എന്തിനെ കുറിച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? ആഖിറത്തിനെ കുറിച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന വിഷയം, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതായിരുന്നു സഹാബാക്കൾ ജീവിതത്തിൽ കരഞ്ഞത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ അവർ ചിരിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അവർ സ്നേഹിച്ചതും വെറുത്തതും ഒക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മൾ ഇന്ന് കരയുന്നത് ഏതോ അറ്റത്ത് നിൽക്കുന്ന ഒരു ടീം, ആ ടീം പരാജയപ്പെടുന്നു, അതിന്റെ പേരിൽ കരയുന്നു, അതിനുവേണ്ടി തർക്കിക്കുന്നു, അവർക്ക് വേണ്ടി നമ്മൾ ഇഷ്ടം പ്രകടിപ്പിക്കുന്നു, അവരെ പേസ് ചെയ്തിട്ട് നമ്മൾ കോപം പ്രകടിപ്പിക്കുന്നു. എല്ലാം ആരുമായി ബന്ധപ്പെട്ടാണ്? ഏതെങ്കിലും ഒരു ഫിർഖ, ഏതെങ്കിലും ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ദീന് പഠിപ്പിക്കുന്ന എന്താ? ദീനുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന സ്നേഹവും കോപവും ഇഷ്ടവും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. അതിൽ നിന്ന് മാറി ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു വിഷയം വെച്ച് ആ വിഷയത്തോട് ആരൊക്കെ സ്നേഹിക്കുന്നോ നമ്മൾ അവരെ സ്നേഹിക്കും, ആ വിഷയത്തോട് ആരൊക്കെ വെറുപ്പ് വെച്ച് പുലർത്തുന്നോ അവരെ നമ്മളും വെറുപ്പ് വെച്ച് പുലർത്തും എന്ന രൂപത്തിലേക്ക് ആളുകൾ മാറുകയാണ്. സ്വഹാബാക്കൾ ചോദിക്കുന്നത് ഏറ്റവും വലിയ തിന്മ ഏത്? ആ സമയത്ത് പറയാം നിന്നെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കെ അവനെ നീ പങ്കു ചേർക്കലാണ്, അവനെ നീ ശിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ തിന്മ എന്നാണ്. അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ചതായി, നമ്മെ ജീവിപ്പിച്ചതായി, നമ്മെ മരിപ്പിക്കുന്നതായി, നമുക്ക് റിസ്ക് നൽകുന്നതായി എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഉത്തരം അള്ളാഹുവാണ്. എങ്കിൽ നമ്മൾ ആരാധിക്കേണ്ടത് ആരെ തന്നെയാണ്? അള്ളാഹിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നാളെ ശിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു ആ ശിർക്ക് ചെയ്തവരെ ഒഴിവാക്കും. അവൻ അള്ളാഹു പരിഗണിക്കുക പോലും ഇല്ലാതെ, അവനെ അള്ളാഹു പരിഗണിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവുകയില്ല. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ 4ാമത്തെ ഖാഇദയായി ഖവാഇദുൽ അർബഈൽ കൊടുക്കുന്ന വളരെ പ്രസക്തമായ ഖാഇദ അദ്ദേഹം പറയുന്നത്, നമ്മുടെ കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളാണ് പഴയ കാലത്തെ മുശ്രിക്കീങ്ങളെക്കാളും ശിർക്കിന്റെ വിഷയത്തിൽ ഒന്നുകൂടി ലെവൽ കൂടുതൽ എന്നാണ്. പഴയകാലം ശിർക്ക് ചെയ്ത ആളുകൾ അവരെക്കാൾ കൂടുതലാണ് ഈ കാലഘട്ടത്തിലെ ആളുകളുടെ ശിർക്കിലുള്ളത്. അതിന്റെ വീര്യവും അതിന്റെ തോതും വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അബൂജഹലിനെക്കാളും ഒരു മുശ്രിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്നിപ്പോ ആലോചിച്ച് നോക്ക്, എവിടെ വരെ എത്തി എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് മടവൂറാണ് എന്ന് പറയുന്നു. ലോകത്തിന്റെ നിയന്ത്രണം ഏതോ ഒരു മനുഷ്യന്റെ കയ്യിലാണ് എന്ന് പറയാം. എന്താണ് ഈ പറയാനുള്ള കാരണം? എന്താ? ഇവർ ആദ്യം മുതലേ ഉണ്ടാക്കിയെടുത്ത ഒരു അടിസ്ഥാനവും ഇല്ലാത്ത തത്വമാണ്. ഇവർ പറഞ്ഞു കറാമത്ത് എന്തെയും അള്ളാഹു ഔലിയാക്കൾക്ക് കൊടുക്കും, ഔലിയാക്കൾക്ക് നമ്മൾ കറാമത്ത് പിന്നോർക്ക് എന്തും ചെയ്യാനായി. അപ്പൊ എന്ത് ചെയ്തു? ഇത് സമസ്തക്കാർ മൊത്തം പറഞ്ഞ അടിസ്ഥാനമാണ്. സമസ്തയിൽ നിന്ന് ഒരു വിഭാഗം പിരിഞ്ഞപ്പോൾ ഒരു തിരിച്ചു ചോദിച്ചു, കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ലോകം നിയന്ത്രിക്കാൻ കൊടുത്തു, അയാള് ലോകം നിയന്ത്രിച്ചു, പിന്നെ എങ്ങനെ തെറ്റെന്ന് പറയാം? അപ്പൊ മറ്റവർക്ക് പറയേണ്ടി വന്നു. അപ്പൊ മറ്റവർ എന്ത് ചെയ്തു? സെൽഫികളെ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. അവരോട് കറാമത്ത് നടന്ന അങ്ങനൊന്നല്ല, അതിന് പരിമിതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനെ ചുരുക്കി കൊണ്ടുവരാൻ തുടങ്ങി. കാരണം എവിടെ നിൽക്കൂല, ഇവർ വിചാരിച്ചെടുത്ത് നിൽക്കൂല എന്നുള്ളതാണ്. കാരണം ഇതിന് എന്താ അടിസ്ഥാനമില്ല, ഖുർആനില്ല, സുന്നത്തുമില്ല, ഇവരുടെ ഹവയാണ് ഇതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഇതിന് കൃത്യമായ മാനദണ്ഡമില്ലാത്തത് കൊണ്ട് തന്നെ അത് ഇങ്ങനെ പോകും. അതാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കാലങ്ങൾക്ക് മുമ്പ് പറയാണ്, ഇനി വരാൻ പോകുന്ന ശിർക്ക് അതിനേക്കാൾ അപകടകരമാണ്. അതേപോലെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെയാണ് കൂടി വരികയാണ്. ഇതിന്റെ വേറൊരു അപകടം എന്നുള്ളത്, ഇത് കാണുന്ന അവരുടെ കൂട്ടത്തിലെ ഒരു സാധാരണക്കാരൻ, ഒരു പരിതാപ്, ഇതേ വേണ്ട ദീനേ വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഒരു വിഭാഗം ആളുകൾ മാറി നിൽക്കാൻ. കാരണം സംശയം ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുന്നു, മറുഭാഗത്ത് ആ പഠിച്ചതിനെതിരെ വിമർശനങ്ങൾ വരുന്നു, ഇതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ അമിതമായ പിഴവാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്കുള്ളത്. അപ്പൊ അതിൽ നിന്ന് അൽഹംദുലില്ലാഹ്
നമ്മൾ രക്ഷപ്പെട്ട ആളുകളാണ്. പക്ഷെ ഇനിയും അത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ തൗഹീദിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റാറ്റസുകൾ, നമ്മുടെ സംസാരങ്ങൾ എപ്പോഴും അതിൽ ഒരു ഭാഗം തൗഹീദ് നമ്മൾ പറയുന്നതാണ്. ഒരു ഭാഗം തൗഹീദ് നമ്മൾ എപ്പോഴും പറയും. കാരണം ഏതെങ്കിലും ഒരാൾ നമ്മൾ മൂലം തൗഹീദിലേക്ക് എത്തിയാൽ നമുക്കത് ചിലപ്പോൾ മതിയാകും. നമുക്കത് ചിലപ്പോൾ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് അത് മതിയായി വരും. നമ്മൾ ഷെയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ വീഡിയോ ആയിരിക്കാം, പക്ഷെ അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഏറ്റവും വലിയ പാപമാണ് ശിർക്ക്. അതുകൊണ്ടാണ് ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്കേറെ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു ഹദീസാണ്, പ്രത്യേകിച്ചും തൗഹീദുള്ള ആളുകളെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ അവൻ ലോകം മുഴുക്കെ തിന്മയുമായോ, ഈ ലോകം മുഴുവനും ഒരാൾ തിന്മ ചെയ്തുന്നാണ്. ഈ ലോകം എത്ര കണ്ടിട്ടുണ്ടോ അത്രയും തിന്മ ചെയ്തിട്ട് എന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ, അള്ളാഹു പറയാം, എന്റെ അടുക്കൽ അങ്ങനെ ഒരുത്തർ വന്നാൽ എന്നെ എങ്ങനെയാണ് അവൻ കണ്ടുമുട്ടുന്നത്? എന്നോട് ശിർക്ക് വെച്ച് പുലർത്താത്ത നിലയ്ക്ക് എന്നെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ പാപങ്ങളാകട്ടെ ലോകം മുഴുവനുമുണ്ട്, ഞാൻ അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നു. കാരണം എന്തുണ്ട്? തൗഹീദ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തൗഹീദുള്ളവൻ, അവൻ തിന്മ ചെയ്യുന്നവനാണെങ്കിൽ പോലും അവൻ ഇസ്സത്തുള്ളവൻ, അവൻ പ്രതാപമുള്ളവനാണ്. കാരണം അവന്റെ ജീവിതത്തിൽ അവൻ ആരെ മാത്രമേ ഇടപെടിപ്പിക്കുന്നുള്ളൂ? റബ്ബിനെ മാത്രമേ അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ. വേറൊരാളെയും അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. ലക്ഷക്കണക്കിന് പണം കൊടുത്ത് ഹജ്ജ് ചെയ്യുന്നു, അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? ശിർക്ക് ചെയ്യും. ആ ഹജ്ജ് ബാത്തിലാണ്. ആ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയില്ല, ഉറപ്പാണ്. കാരണം ആ രൂപത്തിലാണ് ആളുകൾ അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നതുകൊണ്ടാണ്. ഇനി ശിർക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? അമലുകൾ പൊളിയും. അത് മാത്രമല്ല, കാലാകാല നരകത്തിലാണ്. നമ്മൾ ചെയ്യുന്ന ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഒന്നാമത്തേതായി നമ്മുടെ തൗഹീദ് ശരിപ്പെടുത്തണം. തൗഹീദ് ശരിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ തൗഹീദുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ പറയാറുണ്ട് തൗഹീദൊക്കെ എത്ര കേട്ടതാണ് ഞങ്ങൾ, ഞങ്ങൾക്ക് തൗഹീദൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയരുതെന്ന. തൗഹീദിന്റെ പല വശങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ചോദ്യം ചോദിക്കാം. ഒരാൾക്ക് രോഗം ബാധിച്ചു, കഠിനമായ രോഗം, ഡോക്ടറൊക്കെ കൈവിടുന്ന രൂപത്തിലുള്ള രോഗം ബാധിച്ചു. അയാൾക്കാണെങ്കിൽ ക്ഷമിക്കാൻ പറ്റണില്ല. അയാൾ സംസാരിക്കാൻ തുടങ്ങി, മോശമായ രൂപത്തിൽ സംസാരിക്കാൻ തുടങ്ങി, ഖബറിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അത് തൗഹീദിലുള്ള പ്രശ്നമാണോ? അല്ലേ? അയാൾ പറയണം, എനിക്ക് മാത്രം ഇങ്ങനെ രോഗം, എന്ത് മോശമായ രൂപത്തിൽ ആ രോഗത്തെ ചിത്രീകരിക്കുക, എന്തൊരു രോഗമാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൗഹീദിലുള്ള വീഴ്ചയാണ്. അതായത് തൗഹീദിന് പുറത്തിടുന്നല്ല, തൗഹീദിലുള്ള കുറവാണ്, നഖ്സാണ്. കാരണം തൗഹീദുള്ളവൻ അവന്റെ പ്രധാനപ്പെട്ട വിശ്വാസത്തിൽപ്പെട്ടതാണ് ഖലാഅത്തിലുള്ള വിശ്വാസം. തൗഹീദ് 3 രൂപത്തിലാണ്. തൗഹീദു അർ-റുബൂബിയ്യ, അൽ-ഉലൂഹിയ്യ, അൽ-അസ്മാ വസിഫാത്ത്, അൽ-ഖദാഉ വൽ-ഖദർ. ഈ 3 എണ്ണത്തിൽ ഏതിലാ വരിക? റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ പ്രവർത്തനം, അള്ളാഹ് ചെയ്യുന്ന കാര്യത്തിൽ അവൻ ഏകനാണെന്നുള്ളത്. അപ്പൊ ഖദാ ഖദർ റുബൂബിയ്യത്തിലാണ്. ക്ഷമിക്കാൻ അവന് സാധിക്കുന്നില്ല എന്നുള്ളത് തൗഹീദ് റുബൂബിയ്യയിലുള്ള കുറവാണ്. അള്ളാഹു വിധിച്ചൊരു വിഷയം, ആ വിധിച്ച വിഷയത്തിൽ അവൻ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തൗഹീദിലുള്ള കുറവാണ്. ക്ഷമിക്കൽ നിർബന്ധാണ്. തൗഹീദ് ഉണ്ടോ ക്ഷമിക്കൽ നിർബന്ധാണ്. ഇനി തൗഹീദുള്ളവൻ തന്നെ ഉന്നതമായ മുവഹിദുണ്ട്. തൗഹീദുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ വിചാരിക്കേണ്ട എല്ലാ ആളുകളും ഒരേ കാറ്റഗറിയല്ല, പല ആളുകളും പല കാറ്റഗറിയാണ്. തൗഹീദിന്റെ വിഷയത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർക്ക് പരീക്ഷണം ബാധിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയാ? അൽഹംദുലില്ലാഹ് എന്നാണ് പറയാ. അവർ അള്ളാഹനെ സ്തുതിക്കുന്നു. കാരണം അവർക്കറിയാം എന്റെ റബ്ബ് വിധിച്ചതാണ്, അത് ഖൈറേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ഷർറ് ഉണ്ടാവില്ല. അള്ളാഹ് നാളെ ആഖിറത്തിന് ഇതിനേക്കാളും നല്ലതിക്ക് പകരം തരും എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കുന്ന. ഒന്ന് ആലോചിച്ച് നോക്കിയ, തൗഹീദ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളുടെ ജീവിതം എത്ര സുഖകരമായിരിക്കും. കാരണം എല്ലാം അള്ളാഹുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ജീവിക്കുക. ഉന്നതമായ തൗഹീദിന്റെ ആളുകളാണ്. ഒന്നിനെയും അവർക്ക് പേടി ഉണ്ടാവില്ല. അവർ പേടിക്കുക അള്ളാഹിനെ മാത്രം, അള്ളാഹുവിനെ മാത്രം അവർ പേടിക്കൊള്ളുന്നു. അത്രയും ഉറച്ച ഈമാനുള്ള
മനുഷ്യന്മാരായിരിക്കും തൗഹീദ് ഏറ്റവും ഉന്നതമായ കാറ്റഗറിയിലെത്തിയ ആളുകൾ. അതുകൊണ്ട് തൗഹീദിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ, വകഭേദങ്ങൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ നമുക്ക് കൃത്യമായ തൗഹീദി പഠനം ലഭിക്കണമെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥം നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് തൗഹീദ്, എവിടെയാണ് നമുക്ക് വരുന്ന വീഴ്ചകൾ, എങ്ങനെയാണ് ഹിസാബും അദാബും ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കാം. അള്ളാഹു ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നത് എന്താ? അവർക്ക് നാളെ വിചാരണ തന്നെ ഇല്ലാന്ന്. അള്ളാഹ് ഓരോട് ചോദ്യം തന്നെ ചോദിക്കൂല, നീ എന്ത് ചെയ്താ, നീ എന്തേത് ചെയ്തു, എന്തേത് ചെയ്തിട്ടില്ല എന്ന ചോദ്യം പോലും ഇല്ല. അവര് നേരെ സ്വർഗത്തിലേക്ക് ടിക്കറ്റാണ്, നേരെ ടിക്കറ്റാണ്, ഒറ്റടിക്ക് അവർക്ക് ടിക്കറ്റ് ഉണ്ട്. എന്തുകൊണ്ട്? തൗഹീദ് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. ആ തൗഹീദിൽ പ്രത്യേകതയുണ്ട്. ആ തൗഹീദ് തഹ്ഖീഖ് ചെയ്ത ആളുകളാണ്, തൗഹീദിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയ ആളുകളാണ്. അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ശ്രേഷ്ഠത ലഭിക്കും. പക്ഷെ പൂർണ്ണതയിലേക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ഇപ്പോഴും പല ആളുകളും തൗഹീദിന്റെ ഏറ്റവും താഴത്തെ കാറ്റഗറിയിൽ തന്നെയാണ്. അതിൽ നിന്ന് കയറി മുകളിലേക്ക് പോകണം. രണ്ടാമത്തെ സിഫത്ത്, നമ്മുടെ ഹൃദയം സഹിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ കീഴൊതുങ്ങുക. നബിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ കീഴുക. നബി പറഞ്ഞത് കേൾക്കുക, നബി പറഞ്ഞത് കേൾക്കുക, നബി എന്തൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ അതിൽ നമ്മൾ വിശ്വസിക്കുക, ഹദീസിനെ സ്ഥിരപ്പെടുത്തുക. ഇതൊക്കെ ഈ പറയുന്ന ഗണത്തിനാണ് വരുന്നത്. ഇനി എത്ര ആളുകൾ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്? ഇനി നിഷേധിക്കണ്ട, ഹദീസുകളിൽ സംശയം ജനിപ്പിക്കുന്ന എത്ര ആളുകളുണ്ട്? ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസിൽ സംശയം ഉണ്ടാക്കുന്ന എത്ര ആളുകൾ? എന്നാൽ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹദീസ് കേട്ടു കഴിഞ്ഞാൽ ഒരു മുഅ്മിനിന്റെ നിലപാട് സമിഅനാ വ അതാഅനാ, ഞാൻ കേട്ടിരിക്കുന്നു, അനുസരിക്കുന്നു. റസൂലാണോ പറഞ്ഞത്, ഹദീസ് സ്വഹീഹാണോ, പിന്നെ എന്റെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല. പിന്നെ അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ അവിടെ നിൽക്കുക. അതാണ് നമ്മുടെ ആഖിറത്തിന് ഏറ്റവും സുരക്ഷിതമായതും നമ്മുടെ ഹൃദയത്തിന് സുരക്ഷിതമായതും. കാരണം നമ്മൾ അടിമകളാണ്, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹുവാണ് ഈ ദീൻ അവതരിപ്പിച്ചിട്ടുള്ളത് തന്റെ റസൂലിലൂടെ. അതുകൊണ്ട് അള്ളാഹു എന്ത് പറഞ്ഞോ, റസൂൽ എന്ത് പറഞ്ഞോ അവിടെ നിൽക്കലാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ കീഴൊതുങ്ങണം എന്നുള്ളതാണ്. അവിടെയാണ് ഷെയ്ഖ് പറയുന്നത്, ഇദാ വുദിഅനാ ഫീ ഖുബൂരിനാ വഇദാ ബുഇസ്നാ യൗമൽ ഖിയാമ ഹൽ നുസ്അലു അൻ അഹദിൻ ഇല്ലാ അൻ റജുലിൻ വാഹിദിൻ ഹുവ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ ഖുറശി അൽ ഹാഷിമി. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മെക്കുറിച്ച് നമ്മളോട് ആരെക്കുറിച്ച് ചോദിക്കും? റസൂലിനെ കുറിച്ച് ചോദിക്കും. റസൂലിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്നുള്ളതാണ്. ഫീ ഖുബൂരിനാ സനുസ്അലു മാദാ അജബ്നാ റസൂലല്ലാഹ്. ഖബറിൽ ചോദിക്കും, നീ റസൂൽ ഉത്തരം കൊടുത്തിട്ടുണ്ടോ എന്ന് ഖബറിൽ ചോദിക്കും. മൻ ഹാദൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിതനായ പ്രവാചകൻ ആര് എന്ന് ചോദിക്കും. വയൗമൽ ഖിയാമത്തി സനുസ്അലു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വയൗമ യുനാദീഹിം ഫയഖൂലു മാദാ അജബ്തും അൽ മുർസലീൻ റസൂലുനാ ഹുവ മുഹമ്മദ്. ഇദൻ സനുസ്അലു അൻഹു ഫീ സ്വഹീഹ് മുസ്ലിം മിൻ ഹദീസ് ഇയ്യാദ് അൽ മജാശിഇ റളിയല്ലാഹു അൻഹു حديث قدسي فيه يقول سبحانه وتعالى مخاطبا نبيه عليه الصلاة والسلام إنما بعثتك لأبتليك وأبتلي بك والله إنه لحديث عظيم حري أن يقف الإنسان عنده مليا. അതായത് അള്ളാഹു റസൂലിനെ നിയോഗിച്ചു. റസൂൽ പറയാം, റസൂല് ഇവിടെ നിയോഗിക്കപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ബഅസഹു ലി അംറൈൻ, രണ്ട് കാര്യങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ നിയോഗിച്ചത്. ഒന്നാമത്തെ കാര്യം യതഅല്ലഖു ബിഹി ഹുവ അലൈഹി സ്വലാത്തു വസ്സലാം, അത് നബിയുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം യതഅല്ലഖു ബിനാ നഹ്നു മഅശറ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, നമ്മുടെ വിഷയത്തിൽ റസൂലിനെ പരീക്ഷിക്കുക, ഉമ്മത്തിന്റെ വിഷയത്തിൽ റസൂലിനെ പരീക്ഷിക്കുക. മറ്റൊന്ന്, റസൂലിന്റെ വിഷയത്തിൽ ഉമ്മത്തിനെ പരീക്ഷിക്കുക. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആരെ നിയോഗിച്ചിട്ടുള്ളത്? റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത്. തന്റെ ഉമ്മത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷിക്കപ്പെടും, അതേപോലെ റസൂലിന്റെ വിഷയത്തിൽ നമ്മുടെ ഉമ്മത്തും പരീക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് റസൂലുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ റസൂലിനെ അംഗീകരിക്കണം, റസൂലിന്റെ റിസാലത്ത് അംഗീകരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ ഉൾക്കൊള്ളണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മേൽ ബാധ്യതയാണ്. അമ്മൽ അംറുല്ലദീ യതഅല്ലഖു ബിനാ ഫല്ലാഹു ജഅലഹു ഇബ്തിലാഅൻ വംതിനാഅൻ വംതിഹാനൻ ലനാ ഹൽ നബ്തദി ബിഹി ഹൽ നതഅസ്സി ബിഹി ഹൽ നത്തബിഉഹു അലൈഹി സ്വലാത്തു വസ്സലാം. റസൂൽ നമ്മൾ പിൻപറ്റണം.
റസൂലിനെ ഇത്തിബാ ചെയ്യണം എന്നത് പ്രധാനപ്പെട്ട വിഷയം. പലപ്പോഴും ഈ വിഷയം നമുക്ക് വാക്കുകൊണ്ട് പറയാൻ സാധിക്കുന്നു എന്നല്ലാതെ എത്ര മുസ്ലിമീങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങൾ റസൂലിന്റെ ആളുകളാണ് എന്ന് പറയാൻ സാധിക്കും? ഞങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണ് എന്ന് എത്ര ആളുകൾക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റും? അവരുടെ വേഷം കൊണ്ട്, അവരുടെ വസ്ത്രധാരണം കൊണ്ട്, അവരുടെ സംസാരം കൊണ്ട് എന്നിങ്ങനെ പല മേഖലകളിലും നമ്മൾ ആരെയും പിൻപറ്റേണ്ടത്? റസൂലിനെയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റസൂലിനെ പിൻപറ്റണം. പക്ഷേ പിൻപറ്റുന്ന ആളുകളാകട്ടെ വളരെ തുച്ഛ. ഇത്തിബാ ഇല്ലാത്തവൻ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കാപട്യാണ്. ഒരാൾ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, എന്നിട്ട് റസൂല് പറഞ്ഞതിന് വിരുദ്ധം ചെയ്യാൻ, റസൂല് പറഞ്ഞതിന് വിരുദ്ധമാണ് അവന്റെ വസ്ത്രധാരണ, അവന്റെ വേഷം, അവന്റെ സംസാരം എല്ലാം റസൂൽ പറഞ്ഞതിന് വിരുദ്ധ. പിന്നെ റസൂലിനെ സ്നേഹിക്കുന്നു പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. അത് തനിച്ച നിഫാഖാണ്, അത് കാപട്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. ഇവിടെ പറയാം, റസൂലേ ഞാൻ നിന്നെ നിയോഗിച്ചിട്ടുള്ളത് ഷാഹിദൻ, സാക്ഷ്യം വഹിക്കുന്നവനായിട്ടാണ്, വമുബശ്ശിറൻ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ്, വനദീറൻ താക്കീതുകാരനുമായിട്ടാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്ന്. സഹാബാക്കൾക്ക് റസൂലിനോടുണ്ടായ സ്നേഹം നമ്മൾ പരിശോധിച്ചു നോക്ക്. അത്ഭുതമാണ്, വളരെ അത്ഭുതമാണ്. ശത്രുക്കൾ വരെ പറയുന്നുണ്ട്, ഞാൻ കിസ്റ, കൈസർ, നജ്ജാഷി ഈ പറയുന്ന രാജാക്കന്മാരുടെ അടുക്കെല്ലാം ഞാൻ പോയിട്ടുണ്ട്, ഒരു ശത്രു സാക്ഷ്യപ്പെടുത്താം. പക്ഷേ റസൂലിനെ തന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഒരു രാജാവിനെയും ഒരു അനുയായും സ്നേഹിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയും അധികം അവർ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ പ്രബോധനം, ഇസ്ലാമിന്റെ ആദ്യകാല പ്രബോധനം പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് ആ പ്രബോധനം നടത്തിയത്. ആ പ്രബോധനം നടത്തുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലേ ഞാൻ എഴുന്നേറ്റ് നിന്ന് പറയട്ടെ, ഉറക്കെ പറയട്ടെ, ഈ ദീന ഞാൻ ഉറക്കെ ഉച്ചത്തിൽ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറയണ്ടെന്ന് പറയും. കാരണം രഹസ്യമായിട്ട് ആ പ്രബോധനം നടത്തുന്നത്, ആളുകൾ കുറവാണ്, പറയാൻ തുടങ്ങിയാൽ പ്രശ്നം ഉണ്ടാകും, അടി ഉണ്ടാകും. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടരെ ആവശ്യപ്പെട്ടതാണ്. അവസാനം ആവശ്യം റസൂൽ സ്വീകരിച്ചു. ആദ്യത്തെ ഖതീബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. കാര്യം പറഞ്ഞു, തൗഹീദ് വളരെ ശക്തമായി പറഞ്ഞു. മുശ്രിക്കീങ്ങൾ ഇടപെട്ടു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിച്ചവർ. എന്നിട്ട് സീറയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മുഖത്തിലെ അവയവങ്ങൾ എവിടെയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ്. ആ രൂപത്തിൽ അടി കിട്ടിയെന്നാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടി കിട്ടുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ റസൂലൊന്നുമില്ല, ഒറ്റക്കാണ് ഇത് പറയുന്നത്. റസൂലിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ബോധം പോയിന്നാണ്. ബോധം തിരിച്ചു കിട്ടുന്നത് മഗ്‌രിബിനോട് അടുത്ത സമയത്താണ്. എന്നിട്ട് ആദ്യം ചോദിക്കുന്നത് എവിടെയാണ് റസൂൽ എന്നാ ചോദിക്കുന്നത്. എവിടെയാണ് റസൂൽ എന്ന് ചോദിക്കുന്നു. ഉമ്മ പറയുന്നു അറിയില്ല, റസൂൽ എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയുന്നു. ഉമ്മുൽ ഖൈർ എന്ന തന്റെ ഉമ്മ പറയാണ്, അറിയില്ല എന്ന് പറയാം. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, എങ്കിൽ എന്ത് ചെയ്യണം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സഹോദരിയുണ്ട്, ആ സഹോദരിയോട് ചോദിക്കണം റസൂൽ എവിടെയെന്ന്. അങ്ങനെ ഉമ്മ പോയി ചോദിച്ചു. ആ സഹോദരി പറഞ്ഞു കൊടുത്തില്ല. കാരണം അന്ന് രഹസ്യ പ്രബോധനം നടത്തുന്നത്, പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യും, അത് പിടിക്കപ്പെടും, അമാനത്താണ്. പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രശ്നമില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എന്റെ ഉമ്മാനോട് പറഞ്ഞാലെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയോട് പറയും, എവിടെയാണ് എന്നറിയും. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാതെ, നബിയെ കാണാതെ ഞാൻ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുകയില്ല എന്ന് അദ്ദേഹം സത്യം പിടിക്കണം. അദ്ദേഹം ബോധരഹിതനായി ബോധത്തിൽ എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് എന്റെ റസൂലിനെ കാണണം, എന്റെ റസൂൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് റസൂലിന്റെ അടുക്കൽ ഓടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടാണ് എന്നുള്ളത്. ഒന്നാമത്തേത് റസൂലിന്റെ നേതൃത്വ പദവിയും റസൂൽ ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നതും അത്ര ഭംഗിയായിട്ടാണ്. സ്വാഭാവികമായിട്ടും റസൂലിനെ ആളുകൾ സ്നേഹിക്കും, ഒരു സംശയമില്ല. അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. അതുകൊണ്ടാണ് മുനാഫിഖീങ്ങളിൽപ്പെട്ട ആളുകൾ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളുകൾ ഇവർക്ക് റസൂലിന്റെ സ്വഭാവത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. റസൂലിന്റെ സ്വഭാവം അത്ര കണ്ട് ഉത്തമമാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ കുറിച്ച് ഒരു ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ഷെയ്ഖ് ഇബ്നു ബാസിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ സ്വഭാവം ഇത്ര നല്ലതാണെങ്കിൽ നിങ്ങളുടെ റസൂലിന്റെ സ്വഭാവം എത്ര ഉന്നതമായിരിക്കും എന്ന് പറഞ്ഞു. അത്രയും ക്രമമുള്ള ഔദാര്യമുള്ള ആളായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ചരിത്രം നമ്മൾ എന്തായാലും പഠിക്കണം. നമുക്കൊരു പണ്ഡിതൻ എങ്ങനെയാണ് ആകേണ്ടത്,
ഒരു പണ്ഡിതൻ ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒരിക്കൽ ഒരാൾ ഷെയ്ഖ് ഇബ്നു ബാസിനെ വിളിച്ചു, ഒരു വിദ്യാർത്ഥി വിളിച്ചിട്ട് പറഞ്ഞു, കാർ ആക്സിഡന്റ് ആയിട്ടുണ്ട്, എന്റെ ഉപ്പാക്ക് ഇറങ്ങാൻ നല്ല പണി കിട്ടും, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് വിളിക്കുന്നതായ ഷെയ്ഖിനെയാണ്. ഷെയ്ഖ് നേരെ ഉപ്പാക്ക് വിളിച്ചു, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ മകനെ പറയരുത് എന്ന് പറഞ്ഞ ഷെയ്ഖ് പുതിയ കാർ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഉപ്പാക്ക് മകനോട് ഭയങ്കര ഇഷ്ടം എന്നാണ് അതിനുശേഷം. കാരണം പുതിയ കാറ് കിട്ടി, കൊടുത്തതിനേക്കാൾ പോയതിനേക്കാളും നല്ലതാണെന്ന് ചെയ്യുന്നത് തിരിച്ചു കിട്ടിയത്. അപ്പൊ അത്രയും ക്രമമാണ്, ഔദാര്യമുള്ള മനുഷ്യനായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ ഷെയ്ഖിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഇന്ത്യയിലെ പണ്ഡിതനാണ്. വളരെയധികം ബറൈൽവികൾക്കെതിരെ, അതേപോലെ തന്നെ ഷിയാക്കൾക്കെതിരെ, ഖാദിയാനികൾക്കെതിരെ ഒക്കെ നിന്നൊരു പണ്ഡിതനുണ്ട്. ആരാണ് അറിയോ? ഒരു ബ്ലാക്ക് കണ്ണടൊക്കെ ഇട്ടിട്ട് ഇഹ്സാൻ ഇലാഹി വഹീർ എന്ന് പറയുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തെ അവര് ആക്രമിക്കുന്നത് ബോംബെറിഞ്ഞിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ചികിത്സ ഏറ്റെടുക്കുന്നത് ഷെയ്ഖ് ഇബ്നു ബാസ്. ഷെയ്ഖ് ഇബ്നു ബാസ് നേരെ സൗദി കൊണ്ടുപോകും അദ്ദേഹത്തിന്റെ ചികിത്സ വഹിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യനാണ് അദ്ദേഹം, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ശിഷ്യനാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, അതായത് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനിൽ ആളുകൾ ഇത്രയും വളരെ വലിയ അത്ഭുതം കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായാലും റസൂലിനെ എന്ത് ചെയ്തിട്ടുണ്ടാകും, അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് വിഷയത്തിലും, അവർക്കൊരു വെള്ളം കുടിക്കുമ്പോൾ പോലും അവർ പറയുന്നത് വേണ്ട, റസൂലിനെ കാണട്ടെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണത. അങ്ങനെയുള്ള റസൂലിനെ നമ്മൾ പിൻപറ്റുകയും കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് പിൻപറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സത്യസന്ധതയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ പരിശ്രമിക്കണം. ഒരാവർത്തിയെങ്കിലും നബിയുടെ സീറ, നബി ചരിത്രം നമ്മൾ പൂർണ്ണ അർത്ഥത്തിൽ വായിച്ചു തീർക്കുകയും ചെയ്യും. എന്തായാലും അത് നമ്മൾ വായിക്കുക തന്നെ വേണം. അത്രയും രസം വേറെ ഇല്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ആരുടെ ജീവചരിത്രം വായിച്ചാലും ശരി, അതിൽ നിന്നൊക്കെ കിട്ടുന്നതിന് അപ്പുറം എത്രയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തിബാ ചെയ്യണം. ഇത്തിബാഇന് നേരെ ഓപ്പോസിറ്റ് ആണ് ഹവ. നമ്മൾ നമ്മുടെ ദേഹേച്ഛയെ പിൻപറ്റുക. നമ്മുടെ ദേഹേച്ഛയെ അല്ല പിൻപറ്റേണ്ടത്, നമ്മൾ റസൂലിനെയാണ് പിൻപറ്റേണ്ടത്, സുന്നത്തിനെയാണ് മുറുകെ പിടിക്കേണ്ടത്, വിദ്യാർത്ഥികളെയല്ല. വിദ്യാർത്ഥികൾ ഇങ്ങനെ വർദ്ധിച്ചു വരിക. ആ സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് മാറി നിന്ന് സുന്നത്തിനെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് രണ്ടാമത്തെ, ഹൃദയം സഹീഹാകാനുള്ള, സലീമാകാനുള്ള മാനദണ്ഡം. ആലോചിച്ച് നോക്കാം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര കണ്ട് നമ്മൾ റസൂലിനെ പിൻപറ്റാറുണ്ട്, സുന്നത്തിനോട് നമുക്ക് എത്ര കണ്ട് സ്നേഹമുണ്ട്. രാത്രി നിസ്കാരം, ദുഹാ നിസ്കാരം, റവാത്തിബ് നിസ്കാരം എന്നിങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങളോട് നമുക്ക് എത്ര കണ്ട് സ്നേഹമുണ്ട്. ഐച്ഛികമായ റസൂൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അതിനോടൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമീപനം എന്നൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ആലോചിച്ചു നോക്കാം. മൂന്നാമത്തേത്, നമ്മുടെ ഹൃദയം ശാന്തമാകാനുള്ള, ഹൃദയം സഹിയാകാനുള്ള മൂന്നാമത്തെ മാനദണ്ഡം അള്ളാഹുവിന്റെ ഖളാ ഖദറിന് കീഴുതുക. അള്ളാഹു വിധിച്ചതിൽ നമ്മൾ കീഴുതുക. ഒരു പരീക്ഷക്ക് നമ്മൾ ആത്മാർത്ഥമായി പഠിച്ചു, നമ്മൾ പണിയെടുത്തു, നമ്മൾ വിചാരിച്ചതുപോലെ റിസൾട്ട് വന്നിട്ടില്ല. അള്ളാഹുവിന്റെ ഉദ്ദേശം വേറെ ആയിരിക്കും. അള്ളാഹു എന്ത് ചെയ്യും, വേറെ കാര്യങ്ങൾ നമുക്ക് ഒരുക്കി തരും. അള്ളാഹുവിൽ സൂക്ഷ്മത വെച്ച് പുലർത്തിയാൽ അള്ളാഹു വഴി തുറന്നിരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു യഖീന് നമുക്ക് ഉണ്ടാക്കണം. പക്ഷെ ആ യഖീന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനമുണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് ചോദിക്കുമ്പോഴും നമ്മൾ മനുഷ്യന്മാരോട് ചോദിക്കുന്നതിനേക്കാളും ആരോട് ചോദിക്കണം, അള്ളാഹിനോട് ചോദിക്കണം. എത്ര ചെറിയ ആവശ്യങ്ങളാകട്ടെ, എത്ര ചെറിയ ആവശ്യങ്ങളായാലും ശരി, ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് റബ്ബിനെ. നമുക്ക് കടങ്ങൾ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം, നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാരായിരിക്കും, നമ്മൾ ഏതെങ്കിലും ചിലപ്പോൾ സുഹൃത്തിനായിരിക്കും നമുക്ക് ഓർമ്മ വരാം. നല്ല പൈസക്കാരനാണ്, ഓനോട് ചോദിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ ഓൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബക്കറ്റ് ലിസ്റ്റിൽ അടുത്ത വേറൊരുത്തനുണ്ടാവും, ഓന്റെ മുഖമായിട്ട് നമുക്ക് വരാം. എന്നാൽ ഇതൊക്കെ മാറ്റി നിർത്തി നമുക്ക് റബ്ബിനെ ഓർമ്മ വരും. ഇത് റബ്ബിനോട് നമ്മൾ ചോദിക്കണം, റബ്ബെ എനിക്ക് കടം ആവശ്യമുണ്ട്, എനിക്ക് നിന്റെ സൃഷ്ടികളോട് ചോദിക്കാൻ എനിക്ക് വയ്യ, എനിക്കത് ലജ്ജയുണ്ട്, പക്ഷെ നീ എനിക്ക് എന്ത് ചെയ്യണം, എവിടുന്നെങ്കിലും ഒരുക്കി തരണം എന്ന് യഖീനോട് കൂടി പറയാം. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് പങ്കുവെച്ചൊരു സംഭവം ഉണ്ട്. അവർക്ക് കടം അത്യാവശ്യമുള്ള ഒരു സന്ദർഭമാണ്, നമുക്കാണെങ്കിൽ ചോദിക്കാൻ മടിയാണ്. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്തുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ചോദിക്കാം, നമ്മുടെ ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, ഇങ്ങനെ കുടുംബത്തിന്റെ ഏറ്റവും അടുത്തുള്ള ആളുകളോട് ചോദിക്കാൻ നമുക്ക് മടി ഉണ്ടാവില്ല. എന്നാൽ പുറമേ ഉള്ള ഒരാളെ ചോദിക്കുമ്പോൾ മടി ഉണ്ടാവും. കുടുംബത്തിലുള്ള ആളുകളാണെങ്കിൽ പ്രയാസത്തിലാണ്, അവൻ അടുത്തറിയുന്ന ആളുകളോട് ആരോട് ചോദിക്കാൻ സാധിക്കണില്ല. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു.
പറയാണ് പിറ്റേ ദിവസം ഒരാളോട് ഇങ്ങോട്ട് ചോദിച്ചു, എനിക്ക് കടം വേണമെങ്കിൽ ഒന്ന് പറയണം, ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് തരാം, നീ പിന്നീട് എന്ത് ചെയ്താൽ മതി, അത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഓർക്ക് എന്ത് ചെയ്തു, മെസ്സേജ് ചെയ്തു എന്നുള്ളതാണ്. ഓനൊന്നും ചോദിച്ചിട്ടില്ല, ഓന് കടത്തിന്റെ വിഷയം സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ, യഖീനുണ്ടോ, അള്ളാഹ് എന്ത് ചെയ്യും, ആളുകൾ മുട്ടിച്ചരും, അള്ളാഹ് നമുക്ക് കൊണ്ട് ഒരുക്കി തരും. പക്ഷെ സത്യസന്ധത ഉണ്ടാകണം. നമ്മുടെ ഉദ്ദേശം കള്ളത്തരമാകരുത്, അങ്ങേയറ്റത്തെ സത്യസന്ധത നമ്മൾ വെച്ചു പുലർത്തണം എന്നുള്ളത്. അതുകൊണ്ട് ഖളാ ഖദറിൽ നമുക്ക് പൂർണ്ണമായ തൃപ്തി ഉണ്ടാക്കണം. ജീവിതം എന്നത് പരീക്ഷണമാണ്. അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകും, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ആക്സിഡന്റുകൾ വരും, നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറയുന്ന അവസ്ഥകൾ ഉണ്ടാകും, മരണങ്ങൾ സംഭവിക്കും, ഒക്കെ ഉണ്ടാകും. അവിടെ ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ തളർന്നു പോകാതെ തൃപ്തിപ്പെട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. രണ്ടാളുകൾ നോമ്പ് ഒരു ചോദ്യം ചോദിക്കാം. രണ്ടാളുകൾ നോമ്പ് നോക്കുന്നു. ഒരാൾക്ക് ഭയങ്കര പ്രയാസമാണ് നോമ്പ് നോക്കുന്നത്, അയാള് കുറെ കടന്നുറങ്ങും, കാരണം ഭയങ്കര ക്ഷീണമാണ്. മറ്റൊരാൾക്ക് അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടാകുന്നില്ല, നോമ്പ് നോക്കുന്നു. ഈ രണ്ടാളുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ആളാരാണ്? പ്രയാസം കൂടുതൽ അനുഭവിക്കുന്ന ആളാണ്. പ്രയാസം എത്ര കണ്ട് ഒരാൾ കൂടുതൽ അനുഭവിക്കുന്നു, അത്ര കണ്ട് പ്രതിഫലം കൂടുന്ന. ഒരാൾക്ക് പരീക്ഷണം എത്ര കണ്ട് കൂടുന്നോ അത്ര കണ്ട് പ്രതിഫലവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിക്കും. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, പരീക്ഷണങ്ങൾ വരും. പരീക്ഷണങ്ങൾ വരുന്ന പറയുമ്പോൾ എന്ത് വിചാരിക്കണ്ട, നേരിട്ട് ശരീരത്തിലേക്ക് വരുന്നതാകണമെന്നില്ല. ചിലപ്പോൾ മാനസികമായിട്ട് നമുക്ക് തളർച്ച സംഭവിക്കും. മാനസികമായിട്ട് ചിലപ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ കുറഞ്ഞു പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ എത്തിയേക്കാം. എല്ലാ വിധേനയുള്ള പരീക്ഷണം നമ്മുടെ ധനം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെ പരീക്ഷണങ്ങൾ പല രൂപത്തിലാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടോ പരീക്ഷണങ്ങൾ ഉണ്ടാകും. പക്ഷെ പരീക്ഷണത്തിന് ആരാണ് തൃപ്തിപ്പെടുന്നത്, അവൻ അള്ളാന്റെ തൃപ്തി ഉണ്ടാകും. എന്നാൽ ആരാണോ ആ പരീക്ഷണത്തിനെതിരെ നിന്ന് അതിനെതിരെ സംസാരിക്കുന്നത്, അവൻ അള്ളാന്റെ കോപവും ഉണ്ടാകും എന്ന് പറയാം. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ആഖിറത്തിന്റെ ജീവിതം. ദുനിയാവിലെ ജീവിതം പരീക്ഷണത്തിന്റെ കേന്ദ്രം. അതുകൊണ്ട് പരീക്ഷണം ഉണ്ടാവുക എന്നത് സ്വാഭാവികം, എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു വിധിച്ചതാണ്, അള്ളാഹു ഖൈറല്ലാത്തത് വിധിക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇതാണ് മൂന്നാമതായി നമ്മൾ നമ്മുടെ ഹൃദയത്തെ സുരക്ഷിതമാക്കാൻ, ഹൃദയത്തെ സലീമാക്കാൻ വേണ്ടി നമ്മൾ വിശ്വസിക്കേണ്ടത് ഖളാ ഖദറിലുള്ള പൂർണ്ണമായ കീഴൊതുങ്ങൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് ഈമാനിന്റെ ഹലാവത്ത് ലഭിക്കണമെങ്കിൽ അവൻ ഖളാ ഖദറിൽ വിശ്വസിച്ചിരിക്കണം എന്നുള്ളത്. ഖളാ ഖദറിൽ കൃത്യമായി അവൻ വിശ്വസിച്ചിരിക്കണം. നമ്മൾ ഖളാ ഖദറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് തസ്കിയത്തിന്റെ മേഖലയാണ്. ഇനി ഇൽമിയായി ഒരുപാട് ആളുകൾ സംശയങ്ങൾ ഉന്നയിക്കുന്ന മേഖലയാണ് ഖളാ ഖദറിലെ മേഖല. അതിൽ ഏറ്റവും സുരക്ഷിതമായ സ്റ്റാൻഡ് എടുക്കുന്നത് അഹ്ലുസുന്നയാണ്. അഹ്ലുസുന്നയാണ് ഏറ്റവും സുരക്ഷിതമായത്. ബാക്കിയുള്ള മാർഗങ്ങളൊക്കെ പിഴച്ചത്. ഒരു വിഭാഗം പറയുന്നത് ഒന്നില്ല, ഒക്കെ മനുഷ്യന്മാരാണെന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് ഒക്കെ അള്ളയാണെന്ന് പറയുന്നു. അപ്പൊ എന്തില്ല, മനുഷ്യന്മാർക്ക് ഒരു ഇഖ്തിയാറില്ല, അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അള്ള ഇങ്ങനെ ചെയ്യുന്നത്, അള്ള പറയുന്നത് പോലെ അവരിങ്ങനെ ചെയ്യാണ് എന്നൊരു വിഭാഗം. അഹ്ലുസുന്ന പറയുന്ന രണ്ടുമനല്ല, മധ്യമമായ നിലക്കാണ്. അള്ളാഹുവാണ് തീരുമാനമെടുക്കുന്നവർ, നമുക്ക് തീരുമാനം എടുക്കാനുള്ള അധികാരം നമുക്കുണ്ട്. അള്ളാഹുവാണ് നടത്തിപ്പുകാരൻ എന്ന നിലക്കാണ് അഹ്ലുസുന്ന മുന്നോട്ട് പോകുന്നത്. രണ്ട് വിഷയങ്ങളുണ്ട്, രണ്ടും നമ്മൾ ക്ലിയർ ആക്കണം എന്നുള്ളതാണ്. നാലാമത്തേത് അന്നഹു അൽ ഖൽബു അല്ലദീ സലിമ മിൻ കുല്ലി മാ യഖതഉഹു അനില്ലാഹി വയശ്ഗുലു അൻ ദിക്രിഹി. അള്ളാഹുവിനെ തൊട്ട് നമ്മുടെ ബന്ധത്തെ മുറിച്ചു കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കുക. നാലാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സുഹൃത്തുണ്ട്, ഓന്റെ കൂടെ കൂടിയാൽ നമ്മുടെ ദീനിന് കോട്ടം സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഓനെ എന്ത് ചെയ്യാം, മാറി നിൽക്കുക. അതിന് സുഹൃത്താകട്ടെ, കുടുംബക്കാരനാകട്ടെ, ഇത് സുഹൃത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിൽ അള്ളാഹുവിനെ തൊട്ട് നമ്മെ അകറ്റുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കുക. കാരണം അവരൊരിക്കലും ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളല്ല. അള്ളാഹുവിനെ തൊട്ട് നമ്മെ ആളുകൾ അകറ്റുന്നുണ്ടോ അവർ നമുക്ക് ഖൈർ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ധനം
ഇത് ആരെ തൊട്ട് അശ്രദ്ധരാക്കാൻ പാടില്ല, അള്ളാനെ തൊട്ട് അശ്രദ്ധരാക്കാൻ പാടില്ല. കച്ചവടമുണ്ട്, ആ കച്ചവടം ആരെ തൊട്ട് നമ്മെ വ്യാപൃതനാക്കരുത്, അള്ളാനെ തൊട്ട് നമ്മൾ അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആരെങ്കിലും അങ്ങനെയുള്ള അശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്നാ പറയുന്നത്. ഉറപ്പിച്ചു പറയാം, അവർക്കാണ് എല്ലാ നഷ്ടവും ഉള്ളത് എന്ന്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഏത് വിഷയവും അള്ളാഹുവിനെ തൊട്ട് അകറ്റുന്ന വിഷയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുക. അതിൽ പ്രധാനമായും പറയുന്ന പണ്ഡിതന്മാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ. അമിതമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് എന്ത് ചെയ്യും? നമ്മുടെ ഇബാദത്തിനെ ബാധിക്കും. അതിലൂടെ ഈമാൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അമിതമായ സംസാരം, കലാം, ആവശ്യമായതിനപ്പുറം സംസാരിച്ചുകൊണ്ടേയിരിക്കുക നമ്മെ ബാധിക്കുന്ന വിഷയമേ ആയിരിക്കൂല. ഒരാളുടെ ഏറ്റവും നല്ല ഇസ്ലാമിൽപ്പെട്ടതാണ് ഓനെ ബാധിക്കുന്ന വിഷയത്തിലേക്ക് ഓൻ ഇടപെടുക. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും വിഷമങ്ങളും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാതെ കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ പോയി നമ്മളെ തല വെച്ച് കൊടുക്കും, ട്രെയിനിലേക്ക് തല വെച്ച് കൊടുക്കുന്ന പോലെ വെച്ച് കൊടുക്കും, എന്നിട്ട് നമ്മളത് അനുഭവിക്കേണ്ടി വരും. എന്നാലോ കുറച്ച് ആലോചിച്ച് കുറച്ച് ചിന്തിച്ച് നമ്മൾ അതിൽ നിന്ന് മാറി നിന്നാലോ ഒരു പ്രയാസമില്ല, നമുക്കും പ്രയാസമില്ല, മറ്റാൾക്കും പ്രയാസമില്ല. അതുകൊണ്ട് നമ്മുടെ സംസാരം, നമ്മുടെ ഭക്ഷണത്തിന്റെ വിഷയം, അമിതമായുള്ള ചിരി, പുഞ്ചിരിക്കുക എന്നുള്ളതല്ല, അമിതമായി ചിരിക്കുക, ആർത്ത് ചിരിക്കുക എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും? ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതാണ് നാലാമത്തെ ഹൃദയം സ്വഹീഹാകാനുള്ള മാനദണ്ഡം. അഞ്ചാമത്തേത്, ഏറ്റവും അവസാനത്തേത്, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട വിഷയം മുസ്ലിമീങ്ങളെ കുറിച്ച് നല്ലത് വിചാരിക്കാം. എപ്പോഴും അവരോട് റഹ്മത്ത് ഉണ്ടാകുക. പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ ബാക്കിയുള്ളവനെ കുറിച്ച് മോശം വിചാരിക്കുന്ന പരിപാടിയാണ് പല ആളുകൾക്ക്. ഓൻ നല്ലവനാണ്, ഓൻ്റെ അത്ര നല്ല വേറാറില്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ മോശപ്പെട്ടവരാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാർ. ഒരു മുസ്ലിമിനെ കണ്ടാൽ സലഫുകൾ പറയാറുള്ളത് എന്നെക്കാളും നല്ലവനാണ് അവൻ എന്ന് വിചാരിക്കേണ്ടവനാണ് ഒരു മുസ്ലിം. എന്നെക്കാളും നല്ല ഈമാനുള്ള, നല്ല ഇഖ്ലാസുള്ള, അഖ്ലാഖുള്ള മനുഷ്യനാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും വിചാരിക്കേണ്ടതും. നമ്മളെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ട് കാണേണ്ടതെന്ന്. ഞാൻ അങ്ങനെ നല്ലല്ലോ എന്ന് നിലക്ക് നമ്മുടെ നഫ്സിനെ നമ്മൾ ചെറുതാക്കി കാണണമെന്നാണ് പറയുന്നത്. നമ്മുടെ നഫ്സിന് ഇഷ്ടപ്പെടുന്നത് നമ്മൾ ആർക്കും ഇഷ്ടപ്പെടണം, അവർക്കും ഇഷ്ടപ്പെടണം എന്ന് പറയാം. ഒരു സലഫ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഇസ്തിഗ്ഫാർ ആവർത്തിച്ചു എന്നാണ്. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിനൊരു കട മാർക്കറ്റിലുണ്ട്. ആ മാർക്കറ്റിലെ പല കടകളും കത്തി നശിച്ചു എന്നാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്നാണ്, എന്റെ കട ഒന്നും കത്തി നശിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ ഇല്ല, താങ്കളുടെ കടക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത്. ആ ചോദ്യത്തിനാണ് താങ്കൾ ഇസ്തിഗ്ഫാറിനെ തേടിയതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സഹോദരനെ കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല. സഹോദരൻ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, എന്റെ കട സേഫ് ആണ് എന്നതിനെ കുറിച്ചാണ് അവൻ ചിന്തിച്ചതെന്ന്. എന്നാൽ ഒരു മുഅ്മിൻ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്നാണ് പഠിപ്പിക്കുന്നത്. ആരെങ്കിലും ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ ഇഷ്ടപ്പെടുന്നത് അവന്റെ സഹോദരനും ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്താ? നമ്മുടെ കടക്കൊന്നും പറ്റില്ലെങ്കിൽ ബാക്കിയുള്ളവനെ എന്ത് ചെയ്യരുത്, ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അസൂയ ഉണ്ടാകാൻ പാടില്ല, കോപം ഉണ്ടാകാൻ പാടില്ല, പ്രതികാരം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് സലീമായ ഹൃദയം. തന്റെ സഹോദരനിൽ എന്തെങ്കിലും നന്മ കണ്ടാൽ സന്തോഷിക്കും, അസൂയപ്പെടൂല. എന്നാൽ അതേ സമയത്ത് തിന്മ കണ്ട അവർക്ക് വിഷമാക്കും, അവർക്ക് പ്രയാസമാക്കും, അവൻ പറയും നീ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയും. എന്നാൽ ഇന്ന് ചില സുഹൃത്തുക്കളുടെ അവസ്ഥ എന്താ? തിന്മ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് വല്ലാത്ത സന്തോഷമാണ്, ഇവർക്ക് ഭയങ്കര സന്തോഷിക്കും. ഒന്നെന്താ, ഞാനാണ് അവനേക്കാൾ നല്ലത് എന്ന ചിന്തയാണ്. മറ്റൊന്ന് ഒരു മുസ്ലിമിനെ സ്നേഹിക്കുക എന്നുള്ള ഈമാൻ പോലും അവന്റെ മനസ്സിലില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരെ കുറിച്ചും നമ്മൾ നല്ലത് വിചാരിക്കുക. എത്രത്തോളം ചില മുൻഗാമികൾ പറയുന്നത്, നിന്റെ സഹോദരനിൽ നിന്ന് നീ ഒരു തെറ്റ് കണ്ടാൽ നീ അവന് എതിർ കാണണം, നീ അവന് കാരണം കാണണം, നിന്നെ കാരണം ഉണ്ടായേക്കാം. ഇനി നിനക്ക് കാരണം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നീ വിചാരിക്കേണ്ടത് എന്താ?
നീ 70 കാരണങ്ങൾ കണ്ടെത്താൻ പരിശ്രമിക്കണം. 70 കാരണങ്ങൾ നിനക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നീ വിചാരിക്കണം എനിക്കറിയാത്ത എന്തോ കാരണം അവനുണ്ട് എന്ന് നീ വിചാരിക്കണം. അത്രയും വിശാലതയാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഒരാൾ ഈ രൂപത്തിൽ തന്റെ ബന്ധങ്ങൾ കണ്ട ബന്ധങ്ങൾ ഒരിക്കലും ചെയ്യൂല, മുറിഞ്ഞു പോകൂല. മറ്റതോ ബന്ധങ്ങൾ പെട്ടെന്ന് മുറിഞ്ഞു പോകും. അതാണ് ചില ചിന്തകന്മാര് പറയാനുള്ളത്. തെറ്റ് ചെയ്യാത്ത ഒരു സുഹൃത്തിനെ നീ പരിശോധിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ മുഴുവനും സുഹൃത്തില്ലാതെ ജീവിക്കേണ്ടി വരും എന്ന് പറയുന്നത്. എന്തായാലും ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. അവിടെ എല്ലാം മുസ്ലിമാണ്, ഈമാനുള്ള ആളാണ് എന്ന് കണ്ട് അവർക്ക് എതിർ കാണാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം. ലാ തദ്ഖുലൂനൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ഹത്താ തുഅ്മിനൂ, ഒന്നാമത്തെ ഷർത്ത് എന്തുണ്ടാകണം? ഈമാൻ ഉണ്ടാകണം. വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ, ഈമാൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. മുസ്ലിം ആണോ, തൗഹീദുള്ളവനാണോ, ഓന് ഏത് കാറ്റഗറിയിലുള്ളവനാണെങ്കിലും ശരി, അവനെ നമ്മൾ സ്നേഹിക്കണം. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കോപം വെച്ച് പുലർത്താൻ പാടില്ല. പിന്നെ ഓൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും? ഓൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നെന്തെങ്കിലും ചെയ്താൽ അതിനനുസരിച്ചുള്ള വിഷമം, അതിനനുസരിച്ചുള്ള കോപം നമ്മുടെ മനസ്സിലുണ്ടാവും. അല്ലാത്തടത്തോളം അടിസ്ഥാനം ഒരു മുസ്ലിമാണോ, തൗഹീദുള്ളവനാണോ, ഓനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഓൻ എന്തിന്റെ പേരിൽ വെറുക്കാൻ പാടില്ല? ദുനിയാവിന്റെ പേരിലോ കക്ഷിത്വത്തിന്റെ പേരിലോ ഒരിക്കലും വെറുക്കാൻ പാടില്ല. ഓനെ നമ്മൾ നമ്മുടെ സഹോദരനായി കാണുന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ പരസ്പരം സ്നേഹം ഉണ്ടാകും. അതെന്താ? അഫ്ഷുസ്സലാമബൈനക്കും, നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാം? സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത്. ആളുകളെ കാണുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന്. അതുകൊണ്ട് അസൂയ, ഈ പറയുന്ന രൂപത്തിലുള്ള ഹൃദയവുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. പ്രധാനപ്പെട്ടത് അസൂയ. നമ്മുടെ സഹോദരൻ എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാലോ അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക, അതിലൊരു വിഷമം ഉണ്ടാകുക എന്നുള്ളതാണ് അസൂയന്റെ തുടക്കം. നമ്മളൊരു സഹോദരനൊരു നല്ലത് കിട്ടി, ഓൻ പുതിയ വാഹനം വാങ്ങി, അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടായി, അതിന് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. ഇനി അതിൽ നമ്മൾ സന്തോഷിക്കാതെ നമുക്ക് ചെറിയ എന്തെങ്കിലും മനസ്സുകുത്ത് വരികയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, അസൂയുണ്ട് എന്ന് മനസ്സിലാക്കുക. അസ്മഇ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു നാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രായം ചെന്നൊരു മനുഷ്യനെ കണ്ടു. പ്രായം ചെന്നിട്ട് പുലികൊക്കെ ചെയ്തിട്ടുണ്ട്, താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പ്രായം ചെന്നാൽ ദൈവമൊക്കെ താഴേക്ക് ഇറങ്ങും. 120 വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇങ്ങനെ ഇത്രയും പ്രായം ജീവിച്ചു, ഇത്രയും കാലം ജീവിച്ചത് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, തറക്തുൽ ജസദ്, ഞാൻ അസൂയ ഒഴിവാക്കി, അപ്പൊ എന്ത് ചെയ്തു? എന്റെ ജസദ് ബാക്കിയായി എന്നുള്ളതാണ്. കാരണം അസൂയ ഒഴിവാക്കിയാൽ മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ മനസ്സിപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുക. നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ ചിരിക്കും, ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. മറ്റേ നമ്മൾ ആരോടാണ് അസൂയ വെച്ച് പുലർത്തുന്നത്, ഇവന് വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വളരെ വലിയ കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിനെ തളർത്തും, മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ ശ്രദ്ധിക്കുക. ഒരു മുസ്ലിമിനെ, അത് ഏത് കോണിൽ ജീവിക്കുന്ന മുസ്ലിം ആയാലും നമുക്ക് അവനോട് സ്നേഹം ഉണ്ടാകണം. ഫലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തുകൊണ്ട് നമുക്കത് പ്രശ്നമായി മാറുന്നു? നമ്മുടെ സഹോദരന്മാരാണ് അവിടെ ഉള്ളത്. അവരെ നമ്മൾ കണ്ടിട്ടില്ല, ആ രാജ്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. പക്ഷെ എന്തുണ്ട്? സാഹോദര്യ ബന്ധമുണ്ട്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ആ സാഹോദര്യം നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഏത് നാട്ടിൽ പോയാലും ഒരു മുസ്ലിം എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യണം, ചെയ്തു കൊടുക്കണം. നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ നാടുകളിൽ എവിടെയായാലും മുസ്ലിം ആണോ, തൗഹീദുള്ളവരാണോ, നമുക്ക് അവരോട് സ്നേഹം ഉണ്ടാകാം, നമുക്ക് അവരോട് ബാധ്യതകളുണ്ട്. അവനൊരിക്കലും നമ്മൾ വെറുതെ വിടരുത്. അതായത് അവന് തോന്നണം, എന്റെ റബ്ബേ ഇതുവരെ എന്ത് പരിഗണനയാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇടപെടണം എന്നുള്ളത്. അതുകൊണ്ടാണ് അന്യമതസ്ഥർ വരെ പറയും, അതായത് മുസ്ലിങ്ങൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധം എന്നുള്ളത് അത് വല്ലാത്തതാണെന്ന് പറയും. അതായത് ഒരു സഹോദരൻ ഗൾഫിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയാൽ ഓൻ അടുത്തെന്താ ചെയ്യാ? അടുത്ത ആളെ കൊണ്ടുപോകും. ഇങ്ങനെ കുടുംബത്തിൽ ഓരോ ആളുകളെ കൊണ്ടുപോകും. അതാണ് സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയത് ഓർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കണം. എന്നാൽ ഇതിന്റെ ഏറ്റവും മൂർത്ത ഭാവം, അതായത് നമുക്ക് കിട്ടിയതിനേക്കാൾ അപ്പുറം കിട്ടണം എന്ന് ചിന്തിക്കലാണ് ഏറ്റവും വലുതെന്നാണ്. നമുക്ക് കിട്ടിയതിനേക്കാൾ അപ്പുറം എന്റെ സഹോദരന് കിട്ടണമെന്ന് ചിന്തിക്കൽ, അതാണ് ഏറ്റവും വലിയ ഈമാനുള്ള ആളുകളുടെ അവസ്ഥ എന്ന്. അതാണ് സഹാബാക്കളെ കുറിച്ച് പറഞ്ഞത്, അവർ അവരുടെ നഫ്സിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ള ആളുകൾക്കാണ് എന്ന്.
അവിടെയാണ് നമ്മുടെ ഈമാൻ പ്രകടമാകുക. ഈ പറയുന്ന 5 കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശരിപ്പെടുത്താൻ, ഹൃദയത്തെ സലീമായി സുരക്ഷിതമായി കൊണ്ടു നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഈ പറയുന്ന 5 കാര്യങ്ങൾ നമ്മൾ ഓരോന്നും കൃത്യമായി പഠിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. തൗഹീദിന്റെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന വിഷയം. ഒന്നാമത്തേത് തൗഹീദ്, രണ്ടാമത്തേത് സുന്നത്തിനെ പിൻപറ്റുക, മൂന്നാമത്തേത് അൽ ഖദാഉ വൽ ഖദർ, നാലാമത്തേത് മർമ്മം. ഒന്നാമത്തേത് തൗഹീദാണ്, രണ്ടാമത്തേത് സുന്നത്തിനെ പിൻപറ്റലാണ്, അൽ ഖദാഉ വൽ ഖദർ. അവസാനം പറഞ്ഞത് എല്ലാ സഹോദരന്മാരോടും നമുക്ക് സ്നേഹം ഉണ്ടാകണം. 5 പറഞ്ഞിട്ടില്ലേ? 5 പറഞ്ഞിട്ടുണ്ട്. നാലാമത്തത് അതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനെ തൊട്ടകറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അത് പിശാചം അർപ്പിച്ചടക്കും. അപ്പൊ ഈ പറയുന്ന 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാം. മറ്റൊന്ന് എനിക്ക് നിങ്ങളോട് ഒരു നസീഹത്തായി നൽകാറുള്ളത്, ഇപ്പൊ നിങ്ങൾ വിദ്യാർത്ഥികളാണല്ലോ, അതായത് നിങ്ങൾ എന്തായാലും ഇവിടെ ഒരാഴ്ചയിൽ എന്തോ ദിവസം നിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടാവും. അതായത് നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. പലപ്പോഴും ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കും, അവസാനം എന്തുണ്ടാവില്ല, സിസ്റ്റമാറ്റിക് ആയി പോകുന്നുണ്ടാവില്ല. എപ്പോഴും ഒരു അറബി ഭാഷ പഠിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ കണ്ടെത്തണം. ചെറിയൊരു സമയം അതിനുവേണ്ടി മാറ്റി വെക്കാം. കുറച്ച് സമയം അഖീദ, അത് അതിന്റെ ചെറിയ പുസ്തകത്തിൽ നിന്ന് ആരംഭിക്കാം. അതായത് നിങ്ങൾ എന്ത് ലക്ഷ്യം വെക്കണമെന്നില്ല, ഇപ്പൊ ഒരു വീഡിയോ വേണമെന്നോ അങ്ങനത്തെ ലക്ഷ്യം ആകാം, തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം വ്യവസ്ഥാപിതമായി ദീന് പഠിക്കാൻ എനിക്ക് പറ്റണം. എനിക്ക് അറബി ഭാഷ കൃത്യമായി പഠിക്കണം. അഖീദ, വിശ്വാസ കാര്യങ്ങൾ, ഒരാൾ അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളോ അതൊക്കെ കൃത്യം അറിയണം. ഫിഖ്ഹ്, കർമ്മശാസ്ത്രം, ഫിഖ്ഹിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ത്വഹാറത്തിന്റെ ഭാഗം, നിസ്കാരത്തിന്റെ ആള് ശ്രദ്ധിക്കേണ്ടതൊക്കെ, ജനാസയുടെ അടുക്കൽ പോയാൽ ശ്രദ്ധിക്കേണ്ടതൊക്കെ, കച്ചവടത്തിൽ വരുന്നതൊക്കെ. അതായത് ചെറിയ പുസ്തകം, വലിയ വിശാലമായ പുസ്തകമൊന്നും പഠിക്കേണ്ട, ചെറുതെന്ത് ചെയ്യാം, മെല്ലെ 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 പതുക്കെ എന്ത് ചെയ്യാം, തുടങ്ങാം. വ്യവസ്ഥാപിതമായി പഠിച്ചു കഴിഞ്ഞാലുള്ള മെച്ചം, നിങ്ങൾക്ക് നല്ല ഫൗണ്ടേഷൻ ഉണ്ടാകും. മറ്റേത് നിങ്ങൾ ഏതെങ്കിലും ഒരു ദർസ് എടുക്കുന്നത് കണ്ടിട്ട് ചിലപ്പോൾ ആ കിതാബ് സെലക്ട് ചെയ്യും, അത് ഇവിടെ എടുക്കും. പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മുനാസിബായിരിക്കണം എന്നില്ല, എല്ലാവരും ഒരേ ദർജയിലായിരിക്കില്ല, നിങ്ങളുടെ ദർജക്ക് അത് യോജിച്ചതായിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഏത് പഠനവും നമ്മൾ നടത്തേണ്ടത് വ്യവസ്ഥാപിതമായിട്ടാണ്. അത് ദീനീ പഠനത്തിനും അതേപോലെ. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ആളുകൾ കൂടിച്ചേർന്ന് ഒരു വ്യവസ്ഥ ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് അറിയുന്ന ആളുകളുടെ വ്യവസ്ഥ ചോദിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് ഹെയർ ഉണ്ടാവും, ഒരുപാട് ഹെയർ അതിനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ദീനീപരമായിട്ട് നല്ലൊരു ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അതായത് ഈ പറയുന്ന 2 മേഖലയും ഒപ്പം കൊണ്ടുപോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പക്ഷെ നമുക്ക് വ്യവസ്ഥ ഉണ്ടാകണം. വ്യവസ്ഥ ഇല്ലെങ്കിൽ അത് വെറുതെ പോകും. നമ്മൾ പിന്നെ വെറുതെ പോകുന്ന വെച്ചാൽ ഒന്നും ഇല്ലാതാകുന്നല്ല, പക്ഷെ വ്യവസ്ഥയോടുകൂടി പോയാലും വ്യവസ്ഥ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ 2 വ്യത്യാസമാണല്ലോ. സിസ്റ്റമിൽ പോകുന്നതും സിസ്റ്റം അല്ലാതെ പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സാന്ദർഭികമായി പറയാം, അതായത് ഷിയാക്കള് അൽ ഖുത്ത അൽ ഖംസീനിയ എന്ന് പറഞ്ഞിട്ട് 50 വർഷത്തെ അവരുടെ ഒരു സിസ്റ്റം ഉണ്ട്. 50 വർഷത്തിൽ ഇത്ര രാജ്യങ്ങൾ ഷിയ രാജ്യമാക്കണം, ഇത്ര ആളുകൾ ഷിയ സ്വാധീനമുള്ള ആളുകളാകണം എന്ന് പറഞ്ഞാൽ 50 വർഷത്തെ പ്രോജക്റ്റാണ്. അവിടെ അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർ പറയുന്നത് പ്രോജക്റ്റ് ഉള്ള ഒരു സമൂഹത്തിന് പ്രോജക്റ്റ് ഇല്ലാത്ത ഒരു സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പറഞ്ഞ ഈ യുദ്ധകാലത്തൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ച പല വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു സിസ്റ്റം വെച്ച് ആ സിസ്റ്റത്തിൽ പോയി ഈ വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. പക്ഷെ പോകുന്നത് എന്തനുസരിച്ചായിരിക്കണം, നിങ്ങൾക്ക് അനുയോജ്യമായ സിസ്റ്റം അനുസരിച്ചിട്ട് അത് പോവുക. എങ്കിൽ അത് ഇൻഷാ അല്ലാഹ് വളരെ വലിയ ഹൈർ ഉണ്ടാവും. നിങ്ങളിൽ മാറ്റം ഉണ്ടാവും, നിങ്ങളുടെ കുടുംബക്കാരിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അത് കൃത്യമായി പുലർത്തി ഇഖ്ലാസോടുകൂടി ദീനനുസരിച്ച് ജീവിക്കുന്ന അവന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മിൽ നിന്നും നമ്മൾ പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.